ആയിരുന്ന ശ്രീമതി ഡോക്ടർ വസുമതി ദേവി ടീച്ചറാണ്. ടീച്ചറോട് നേരത്തെ വന്നിട്ടുണ്ട്, 2-3 വർഷം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ താമസിക്കുന്ന ഇവിടെ കൈലാസ് നഗറിലാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ടീച്ചറെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുരുദേവ വിദ്യാഭ്യാസ രംഗത്തെ അല്ലേ ഇന്നത്തെ വിഷയം? വിദ്യാഭ്യാസ ദർശനം ആണ് ടീച്ചർ ഇന്ന് എടുക്കുന്ന വിഷയം. ടീച്ചറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ശ്രീനാരായണ ഭക്തർക്കും എൻ്റെ വിനീത നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. നിങ്ങൾ കുറേ ദിവസങ്ങളായി ശ്രീനാരായണ ഗുരുവിൻ്റെ ഓരോ കൃതികളെക്കുറിച്ചും തത്വചിന്തയെക്കുറിച്ചും പല പല വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ ഓരോ പ്രസിദ്ധരായ അറിവുള്ള വ്യക്തികൾ വന്ന് സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ വിദ്യാഭ്യാസ ദർശനം. തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത് കൊണ്ടും ഇതേ വിഷയത്തിൽ ഇംഗ്ലീഷിൽ ഒരു ലേഖനം, ഒരു ഗ്രന്ഥം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യാൻ ഇടയായപ്പോൾ അതിൽ ഒരു ലേഖനം എഴുതാനും പിന്നെ ഇടയ്ക്കൊക്കെ ആനുകാലികളിലൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ ഓരോ വശങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ എഴുതാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഞാൻ കലാംബരനറിയാം, ചെമ്പഴന്തിയിൽ ശ്രീനാരായണ യൂണിവേഴ്സൽ ഫോറം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട്. അതിൻ്റെ സെക്രട്ടറിയായി ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നു. പ്രത്യേകിച്ചും ഗുരുവിൻ്റെ അറിയാനും വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്നുള്ള ആ തത്വം ഒരു മുദ്രാവാക്യം പോലെ എടുത്തുകൊണ്ട് യുവജനങ്ങളിലേക്ക് അഷ്ടലക്ഷ്യങ്ങളിൽ ശ്രീനാരായണ ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് നമുക്ക് തന്ന അഷ്ടലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം, ആരോഗ്യം, ഈശ്വരഭക്തി, അങ്ങനെയുള്ള കൈത്തൊഴിലുകൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒക്കെയാണല്ലോ. അതിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിൽ ഊന്നിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയിടങ്ങളിൽ ഞങ്ങൾ ചെറിയ അവബോധ ക്ലാസ്സുകളും മറ്റും നടത്തി വരുന്നുണ്ട്. അല്ലാതെ ചെമ്പഴന്തി ഇൻ്റർനാഷണൽ ശ്രീനാരായണ ഗുരു ഇൻ്റർനാഷണൽ സ്റ്റഡി സെൻറ്ററിൽ മാസത്തിൽ 2-3 പ്രാവശ്യം ഞങ്ങൾ ഗുരുദേവനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഓരോരുത്തരെ കൊണ്ട് നടത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പാതാരവിന്ദത്തിൽ വണങ്ങിക്കൊണ്ട് ആ സ്മരണയിൽ ജീവിക്കുന്ന ഒരു എളിയ വ്യക്തിയാണ്. അപ്പോൾ ഗുരുദേവൻ്റെ വിദ്യാഭ്യാസ ദർശനം, അതിനെക്കുറിച്ച് തീർച്ചയായും ലേഖനം എഴുതാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ചില ഹൈപ്പോത്തീസിസ്, ഒരു വിഷയം പഠിക്കുകയാണെങ്കിൽ ചില നിഗമനങ്ങൾ ആദ്യം മുന്നോട്ട് വയ്ക്കും. ആ നിഗമനങ്ങൾ ശരിയാണോ എന്നുള്ള ഒരു ചർച്ചയാണ് പ്രധാനമായിട്ടും നമ്മളതിൽ ഒരു ലേഖനമായാലും ഒരു തീസിസ് ആയാലും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഗുരുദേവ വിദ്യാഭ്യാസ ദർശനമെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം, ഒരു കാഴ്ചപ്പാടും തത്വചിന്തയും കലർന്നു വരുന്ന കാര്യമാണ്. ഭാരതീയമായ ദർശനങ്ങൾ, ഷഡ്ദർശനങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിലും ഒരു ദർശനമോ, വിദ്യാഭ്യാസത്തിൽ തീർച്ചയായും ഏറ്റവും അധികം ശരിയായ ഒരു ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും തത്വദർശനവും ആവശ്യമുള്ള ഒരു മേഖലയാണ് വിദ്യാഭ്യാസം എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഏതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ തലമുറ, അടുത്ത ജനറേഷനാണ്. അവരെ
നല്ല പൗരന്മാരായി, ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് ശരിയായ ഒരു വിദ്യാഭ്യാസ ആശയം, കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. അന്ന് നൂറ്റാണ്ടുകളായി തുടർന്നു വന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ഓരോ കാര്യങ്ങളാൽ, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ചില നിബന്ധനകളാൽ സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് വിദ്യാഭ്യാസം, അക്ഷരജ്ഞാനം നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടം വളരെ കാലമായി തുടർന്നു വന്നിരുന്നു. അതിനു മുൻപുള്ള ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും ബ്രാഹ്മണർക്ക്, കൂടിപ്പോയാൽ ക്ഷത്രിയർക്കും, മിക്കവാറും ബ്രാഹ്മണർക്ക് മാത്രമാണ് വിദ്യാഭ്യാസം കിട്ടിയിരുന്നത്. മറ്റു ശൂദ്രരെന്ന് പറയുന്ന നാലാമത്തെ വിഭാഗം, അല്ലെങ്കിൽ അവർണർ എന്ന് പറയുന്ന വിഭാഗക്കാർക്കൊക്കെ അക്ഷരം കേൾക്കാൻ പോലും, അതിനെ കാണാനോ കേൾക്കാനോ പോലും പാടില്ല. എവിടെയെങ്കിലും വിദ്യ അഭ്യസിപ്പിക്കുന്നത് കേൾക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും വേദങ്ങൾ ആണല്ലോ അന്നത്തെ പ്രധാന സിലബസ്. വേദങ്ങളിലൊക്കെ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതുപോലെ അമരകോശം, വ്യാകരണം, ഗണിതം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളായിരുന്നു അന്ന് മെയിനായിട്ടും. തത്വചിന്ത ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അത് വല്ലതും കേൾക്കാനിടയാൽ കൂടുതലും സംസ്കൃതത്തിലാണ്. സംസ്കൃതത്തിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. പക്ഷേ അത് കേൾക്കാൻ അവിടെ ചെന്നിരിക്കുകയാണെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ ആ ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നൊക്കെയുള്ള വലിയൊരു വ്യത്യാസം, വലിയ അടിച്ചമർത്തലൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് അതിലെ ചില അവർണ ജാതിക്കാർക്ക്, ഈഴവർ തുടങ്ങിയ അവർണ ജാതിക്കാരിൽ ചിലരൊക്കെ ബുദ്ധമതത്തിൻ്റെ, കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല, കേരളത്തിൽ ചില ഭാഗത്തൊക്കെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. വളരെ ഉത്തര മലബാർ ഭാഗത്ത്, അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്ത്, ദക്ഷിണ ദിക്കിലും തമിഴ്നാടിൻ്റെയും കർണാടകയുടെ ഭാഗങ്ങളിലൂടെ ജൈനന്മാരും ബൗദ്ധന്മാരും മറ്റും വന്ന് ഇവിടെ ചില അക്ഷര പള്ളിക്കൂടങ്ങൾ, പള്ളിക്കൂടം എന്നുള്ള ആ വാക്ക് തന്നെ ശരിക്കും ബൗദ്ധമാണ്. പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ സ്വതസിദ്ധമായ ആരാധനാലയങ്ങളെന്ന് പറയുന്ന അന്ന് കാവുകളോ അല്ലെങ്കിൽ വൃക്ഷച്ചുവടുകളോ ഒക്കെ ആയിരുന്നു. അവിടെ വന്ന് അവർക്ക് ആയുർവേദ ചികിത്സ, പച്ചമരുന്ന് ചികിത്സയൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാരാണ് ബൗദ്ധന്മാരും ജൈനന്മാരും. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം കേന്ദ്രങ്ങളിൽ വന്നിരുന്നുകൊണ്ട് അവർക്ക് ജാതി വ്യത്യാസമൊന്നും ഇല്ലാതിരുന്നത് കാരണം അവർണരായ ജനവിഭാഗങ്ങൾക്കും കുറച്ചൊക്കെ അക്ഷരജ്ഞാനവും അതുപോലെ വൈദ്യത്തിലൊക്കെയുള്ള ജ്ഞാനവും കൊടുത്തു വന്നിരുന്നു. അതും ഇവിടെയുള്ള നമുക്കും കുറച്ചൊക്കെ വൈദ്യജ്ഞാനം ഇവിടെ ഉണ്ടായിരുന്നു, ലോക്കലായിട്ടുള്ള വൈദ്യജ്ഞാനം ഉണ്ടായിരുന്നു. അതൊക്കെ ചേർന്ന് ഇവിടെ ഒരു ആയുർവേദ ചികിത്സാ രീതിയൊക്കെ രൂപപ്പെട്ടു വന്നതിൽ കുറേ ഈഴവർ തുടങ്ങിയുള്ള അവർണ വിഭാഗക്കാർ കുറച്ച് ചില കുടുംബക്കാർക്ക് മാത്രം അക്ഷരജ്ഞാനമോ വൈദ്യജ്ഞാനമോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അക്ഷരജ്ഞാനവും വൈദ്യജ്ഞാനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലാണ് നാണു ജനിച്ചതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് കുറച്ച് അക്ഷരാഭ്യാസവും കുറച്ച് സംസ്കൃതമൊക്കെ പഠിക്കാൻ കഴിഞ്ഞു. അച്ഛൻ്റെ നിന്നും അമ്മാവിൻ്റെ നിന്നും ഒക്കെ വൈദ്യം അല്പസ്വല്പം മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം, ആ കുട്ടി എങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വളരെ പ്രത്യേകത കാണിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ നടമാടിയിരുന്ന അവർണ സമൂഹത്തെ അടിച്ചമർത്തി ഇവിടെ സ്ഥാപിതമായിരുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ആയുധാചാര പ്രകാരങ്ങൾ, അതിനെ ആ കൊച്ചുനാളിൽ തന്നെ ആ കുട്ടി വളരെ ശ്രദ്ധാപൂർവം നോക്കുകയും ഇതൊരു തെറ്റായ കാര്യമാണല്ലോ, ഇത് ശരിയല്ല എന്ന് ഈ ജനങ്ങളെ മനസ്സിലാക്കിക്കണമല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ആ കുട്ടിക്ക് ആരംഭിക്കുന്നു. അപ്പം ഞാനിത് ചില അനുമാനങ്ങളോടുകൂടെ വേണം ഏതൊരു വിഷയം ഒരു റിസർച്ച് ചെയ്യേണ്ടത്, ഗവേഷണം ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. അതിൽ ഞാൻ ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, ശ്രീനാരായണ ഗുരു പിന്നീട് പിന്നീട് ശ്രീനാരായണ ഗുരുവായി തീരുമ്പോൾ ഒരു വിദ്യാഭ്യാസ ദർശനം അദ്ദേഹം സ്വയം അവലംബിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ രചനകളും, എല്ലാ ആദർശങ്ങളും, സിദ്ധാന്തങ്ങളും ശരിക്കും ഈ വിദ്യാഭ്യാസം, ജനങ്ങൾക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ബോധവാന്മാരാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാവിധമായ, വെറും ആധ്യാത്മികമായത് മാത്രമല്ല
ഭൗതികവും സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവും ഒക്കെയായ ഒരു വിപുലീകരണം, ഒരു വളർച്ച, ഒരു വ്യത്യാസം, ഒരു അറിവ്, ഒരു ജ്ഞാനം ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഈ അക്ഷരാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന ജനതയ്ക്ക് ശരിയായ അക്ഷരജ്ഞാനത്തിലൂടെ പതുക്കെ പതുക്കെ അവരെ അറിവിൻ്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും കൊണ്ടുപോയി അവരെ മൃഗതുല്യം, അന്ന് അടിമകളാണ്, ഈഴവരൊക്കെ അർത്ഥ അടിമകളാണ്, അവർക്ക് താഴോട്ടുള്ളവരൊക്കെ ശരിക്കും വിൽക്കുകയും വാങ്ങപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന അടിമകളായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു 10-ാം നൂറ്റാണ്ട് തൊട്ട് ആ പ്രോസസ്സ് തുടങ്ങി ഒരു 12-13 നൂറ്റാണ്ടാകുമ്പോഴേക്കും ശരിക്കും നമുക്ക് ഒരുപാട് അടിമക്കരണങ്ങൾ ഈ കേരളത്തിൽ തന്നെ ലഭിക്കുമായിരുന്നു. ഇവിടുത്തെ അടിമ വ്യവസ്ഥിതിയാണ് എൻ്റെ ഞാൻ PhD ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ശരിക്കും അതുകൊണ്ട് അക്കാലത്തുണ്ടായിരുന്ന അടിമക്കരണങ്ങൾ ധാരാളം കാണാനൊക്കെ ഇടയായിട്ടുണ്ട്. ആർക്കൈവ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പുരാരേഖ അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ശരിക്കും വ്യക്തികളല്ല, അവർ മൃഗങ്ങളാണ്. മൃഗങ്ങൾക്ക് തുല്യം ഒരു കാളയോ പോത്തിനെയോ കെട്ടി ഉഴുകയോ മറ്റു ജോലികൾ ചെയ്യുകയോ ചെയ്യുന്നതോടൊപ്പം ഇവരെയും ഉപയോഗിക്കാനൊക്കെ ആ കണ്ടീഷൻസൊക്കെ എഴുതിയിട്ടുണ്ട് അടിമക്കരണങ്ങളിൽ. അതുകൊണ്ട് അവർക്കൊന്നും അങ്ങനെ അത്ര താഴ്ന്ന അവസ്ഥയിലുള്ളവർക്ക്, പിന്നെ ഈഴവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ഗവൺമെൻറ്റിൻ്റെ പണ്ടാരപ്പാട്ട വസ്തുക്കൾ, ഇവിടുത്തെ ഗവൺമെൻറ് തിരുവിതാംകൂർ സർക്കാരും മറ്റും പാസ്സാക്കിയ പണ്ടാരപ്പാട്ട നിയമം അനുസരിച്ച് അവർ കുറച്ചൊക്കെ വസ്തുക്കൾ ഗവൺമെൻറ്റിൻ്റേതായി അറിയപ്പെട്ടിരുന്ന സർക്കാർ വസ്തുക്കൾ, പണ്ടാര വക വസ്തുക്കൾ എന്നാണ് പറയുന്നത്. ആ വസ്തുക്കൾ കുറച്ചൊക്കെ ഈ ചാന്നാർ, ഈഴവർ തുടങ്ങിയ അവർണ വിഭാഗം, അവരാണ് അവർണരിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്, അവർക്കുമൊക്കെ കൊടുക്കാനിടയായി. അങ്ങനെ കുറേ പേരൊക്കെ ഈ പാട്ട വസ്തുക്കൾ ലഭിച്ചുകൊണ്ട് മുൻപൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു 9, 10, 11 നൂറ്റാണ്ടുകളിൽ ക്ഷേത്രങ്ങളുടെ രേഖകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പിന്നീട് വരുന്ന ഈഴവരായി മാറുന്ന കുറേ സമൂഹങ്ങളുണ്ട്. സംഘകാലഘട്ടത്തിലെ കുറേ വിവിധങ്ങളായ ജാതികളുണ്ടായിരുന്നു. ജാതിയല്ല, അന്ന് ഓരോ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്കൊക്കെ വസ്തുവകകൾ ഉണ്ടായിരുന്നതായിട്ടും പുലർ, പറയർ ഇവരൊക്കെ പോലും വസ്തുവകകൾ ഉണ്ടായിരുന്നതായും അവർ അന്ന് ക്ഷേത്രങ്ങൾക്ക് ദാനം ചെയ്യും. ക്ഷേത്രങ്ങൾക്ക് വസ്തുക്കൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ അവരവർക്ക് തന്നെ അത് കൃഷി ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം ഉപയോഗിക്കാം. സർക്കാരിന് കൊടുക്കുന്ന നികുതി, രാജാവിന് കൊടുക്കുന്ന നികുതി അത്രത്തോളം കൊടുക്കണ്ട, ക്ഷേത്രങ്ങൾക്കൊരു ചെറിയ ഭാഗം കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഭൂമിദാനം അന്നൊരുപാട് നടന്നിരുന്നത്. അത് രാജാക്കന്മാർ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, അവർക്ക് ഗ്രാമങ്ങളുണ്ടാക്കി, അവരുടെ സേവനങ്ങൾക്ക് വേണ്ടി ഓരോ വിഭാഗക്കാരെയും ഓരോ സേവനങ്ങൾ ഏൽപ്പിച്ചു. അങ്ങനെയൊക്കെ ഇവിടുത്തെ ജാതി വ്യവസ്ഥ വളരെ ശക്തമായി വരുന്ന സമയമായിരുന്നു. പിന്നെ നേരത്തെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന പുലയരും പറയരും മറ്റും ശരിക്കും ഒട്ടും വസ്തുവകളില്ലാത്തവരായി മാറി. അവർക്കൊക്കെ ഉണ്ടായിരുന്ന അവരുടെ കൃഷിക്ക് കിട്ടുന്ന ഷെയർ ഉണ്ടായിരുന്നു, ആ ഷെയറൊന്നും ഇല്ലാതായി മാറി. അവർ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അയിത്തം, ഓരോ ജാതിക്കാരും ബ്രാഹ്മണർ തൊട്ട് താഴോട്ടുള്ള ജാതിക്കാർ അവരിൽ നിന്ന് ഇത്ര അടി അകലത്തിൽ നിൽക്കണം, അവരുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല, അവരെ തൊടാൻ പാടില്ല. അപ്പോൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഇഴവർക്കുമുണ്ട്, അവരുടെ തൊട്ട് താഴോട്ടുള്ളവരുടെ കാര്യത്തിൽ ഇഴവരും നോക്കും, പിന്നെ ചാന്നാൻ നോക്കും. ഓരോ ജാതിക്കാരും ഇങ്ങനെ പറയർ വരെ ഈ അയിത്തം ഇവിടെ ആചരിച്ചിരുന്നു. അവരുടെ താഴോട്ടുള്ളവരിൽ നിന്ന് അവരകന്ന് നിൽക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരു തൻ്റെ പ്രവർത്തനത്തിൻ്റെ എല്ലാ കർമ്മ മേഖലയിലും ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ദർശനം, ഒരു ഐഡിയോളജി, ഒരു തത്വചിന്ത, വിദ്യാഭ്യാസം, ശരിയായ വിദ്യാഭ്യാസം. ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാതെ നശിച്ചു കിടക്കുന്ന ഈ അന്ധകാരത്തിലാണ്ട് കിടക്കുന്ന സമൂഹത്തിൽ കൊടുക്കണം എന്നുള്ള ആ ഒരു ശക്തമായ ചിന്തയോടുകൂടി അദ്ദേഹം ശരിക്കും പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും രചനകളും സിദ്ധാന്തങ്ങളും ഒക്കെ തന്നെ ആത്യന്തികമായി വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അത് ഈ വിദ്യയില്ലാതെ അന്ധകാരത്തിൽ കിടന്ന് തങ്ങളാരാണെന്നറിയാതെ
ചവിട്ടി മെതിക്കപ്പെട്ട് അടിച്ചമർത്തപ്പെട്ട് ഒരു അവകാശങ്ങളും അധികാരങ്ങളും ഇല്ലാതെ മനുഷ്യരാണോ എന്ന് പോലും അറിയാതെ കിടന്നിരുന്ന ആ സമൂഹങ്ങൾക്ക് അവരെ അക്ഷരാഭ്യാസം കൊടുത്ത് അവർ ആരാണെന്ന് മനസ്സിലാക്കിച്ച് സ്വാതന്ത്ര്യം എന്താണ്, അടിമത്വം എന്താണ് എന്ന സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാക്കിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക, ആധുനിക യുഗത്തിന് ചേർന്നവരാക്കി മാറ്റുക എന്നുള്ള ആ ഒരു തത്വചിന്തയാണ് ശരിക്കും ഗുരുവിൻ്റെ ഈ വിദ്യാഭ്യാസ ദർശനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഞാനിവിടെ ചെയ്ത അനുമാനം, അല്ലെങ്കിൽ എനിക്ക് തെളിഞ്ഞു കിട്ടിയ അനുമാനം, ആ ആശയത്തിൻ്റെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും, എല്ലാ രചനകളും, മതപരമായതും സാംസ്കാരികമായതും സാഹിത്യപരമായിട്ടുള്ളതും തത്വചിന്താപരമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള മഠങ്ങൾ സ്ഥാപിക്കുന്നു, ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നു, രചനകൾ ചെയ്യുന്നു, ജനങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ അതെല്ലാം തന്നെ ഓരോ തരത്തിൽ പല മാർഗങ്ങളിലൂടെ ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക. പ്രത്യേകിച്ചും വിദ്യ ഇല്ലാതെ നശിച്ച് കിടക്കുന്ന, അന്ധകാരത്തിലാണ് കിടക്കുന്ന ജനങ്ങളെ അങ്ങനെ അവരെ താനാരാണ്, സ്വാതന്ത്ര്യം എന്താണ്, ഈ സമൂഹത്തിലെ താനും ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെയും ഉന്നമനം തീർച്ചയായും വിദ്യയിലൂടെയാണ് നേടേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ട വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആണ് ഗുരു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചതും പുസ്തകങ്ങൾ എഴുതിയതും തത്വചിന്ത പഠിപ്പിച്ചതും ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതും SNDP പോലും ഫോം ചെയ്യുന്നതെല്ലാം അങ്ങനെയാണ്. ആ ഒരു കാഴ്ചപ്പാടിലൂടെ ചെറുതായിട്ട് ഞാൻ ഗുരുവിൻ്റെ വിദ്യാഭ്യാസ ദർശനം ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഇന്ന് ചെയ്യുന്നത്. ഒരുപാട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും, അതുകൊണ്ട് ചുരുക്കി ഓരോ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു പോകാം. ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഗുരുവിൻ്റെ ഈ വിദ്യാഭ്യാസ ദർശനം രൂപപ്പെട്ടു വരുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും പോലെ ഒരു ഇവല്യൂഷണറി പ്രോസസ്സ്, അതായത് പതുക്കെ പരിണാമത്തിലൂടെ അതിൻ്റെ ക്ലൈമാക്സിലെത്തുന്നതായിട്ടാണ്. ഗുരു ചെയ്ത ഏതൊരു പ്രവൃത്തിയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മതപരമായ സിദ്ധാന്തങ്ങളായാലും അദ്ദേഹത്തിൻ്റെ കൃതികളായാലും മറ്റു സാമൂഹിക പ്രവർത്തനങ്ങളായാലും ആധ്യാത്മിക ആണെങ്കിലും ഒക്കെ കൃതികളാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്തോത്രകൃതികളിലൂടെ തുടങ്ങി എങ്ങനെ ദർശനത്തിൻ്റെ പരമകോടിയിൽ അവിടെ എന്താണ് 100 ശ്ലോകം ആത്മോപദേശ ശതകത്തിലെത്തി നിൽക്കുന്നത്. അത് ലോക ക്ലാസിക്കുകളുടെ ഇടയിൽ തന്നെ ശരിക്കും ഭാഷ മറ്റുള്ളവർക്കത് അറിയാൻ സാധിക്കാത്തത് കൊണ്ടോ അതിൻ്റെ പ്രാധാന്യം അംഗീകരിക്കപ്പെടാതെ കിടക്കുന്നത് കൊണ്ടോ ശരിക്കും ഒരു സാഹിത്യകാരനും രചിച്ച കൃതികൾ അതിൻ്റെ അടുത്തെത്തിയിട്ടില്ല. അത്രയും വലിയൊരു മാസ്റ്റർ പീസാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വലിയൊരു മാസ്റ്റർ പീസ് വരെ അദ്ദേഹം രചിക്കാനിടയായത് അദ്ദേഹത്തിൻ്റെ ഒരു പടിപടിയായിട്ടുള്ള ആലോചനയിൽ വെച്ചുകൊണ്ട് വളരെ ആലോചിച്ചെടുത്ത ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുത്താണ് അദ്ദേഹം ഓരോ കാര്യങ്ങളിലും അതിൻ്റെ പരമോന്നതിയിൽ എത്തിച്ചേരുന്നത് എന്ന്. ഏത് പ്രോസസ്സ് മതത്തിൻ്റെ കാര്യമായാലും ഒക്കെ നമുക്ക് പ്രതിഷ്ഠകൾ എല്ലാം അങ്ങനെ തന്നെയാണ്. സാധാരണ ശിവപ്രതിഷ്ഠയിലൂടെ തുടങ്ങി അവസാനം ഓങ്കാരവും കണ്ണാടിയും ഒക്കെ പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ രചനകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിലും അത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 3-4 ഘട്ടങ്ങളായിട്ട് ഗുരുവിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ വികാസം നമുക്ക് വിശകലനം ചെയ്യാമെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെമ്പഴന്തിയിലെ സാധാരണ ഒരു കുട്ടിയായി വളരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് കുറച്ച് അക്ഷരാഭ്യാസം അന്നത്തെ ഒരവസ്ഥയിൽ കുറേ ഈഴവ കുടുംബങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആശാൻ പള്ളിക്കൂടങ്ങളോ വൈദ്യശാലകളോ ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ നിന്നും അമ്മാവനിൽ നിന്നും സംസ്കൃതവും കുറച്ച് വൈദ്യവുമൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം ആ കുട്ടിക്കുണ്ടായി. പക്ഷേ അപ്പോഴെന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചുറ്റും നടക്കുന്ന ഈ വിവേചനം, ജാതി വിവേചനം, അതുകൊണ്ട് കുറേ പേർ അനുഭവിക്കുന്ന കഷ്ടം, അവർക്ക് എങ്ങനെയാണ് അവരുടെ വീട്ടിലൊരു നേരം കഞ്ഞി വെച്ച് കുടിക്കുന്ന കാര്യത്തിലോട്ട് നോക്കാം. അരി അവിടെ അടുപ്പത്തിട്ടിട്ട് അവർക്ക് ജോലിക്ക് പോകണം, അതവിടെ കിടന്ന് തിളയ്ക്കുകയോ വേവുകയോ മറിയുകയോ എന്ത് ചെയ്താലും നോക്കാൻ ആളില്ല. അപ്പോൾ ഇതൊക്കെ
ഇതൊക്കെ ഈ കുട്ടി ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. കുട്ടി ഓടിക്കയറി പലപ്പോഴും ഈ കഞ്ഞി തിളച്ചു തൂവുന്ന കഞ്ഞി ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുട്ടി ഇവരുടെയൊക്കെ ഭവനങ്ങളിലേക്ക് പോകുന്നുണ്ട്, ഇവരെയൊക്കെ തൊടുന്നുണ്ട്. അന്നത്തെ തീണ്ടലിനെ കുറിച്ചും ഐത്താചാരത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ, അത് ഈഴവർക്കുണ്ട്, എല്ലാ ജാതിക്കാർക്കുണ്ട്. അപ്പോൾ ഈഴവർ അങ്ങനെയുള്ള തൻ്റെ നിന്ന് താഴുന്ന ജാതിക്കാരെ തൊട്ടുകഴിഞ്ഞാൽ, അവരുടെ ഗൃഹത്തിൽ പ്രവേശിച്ചാൽ, അവരുടെ കാര്യങ്ങളിൽ തൊട്ടുകഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ആ കുട്ടിക്ക് തിരിച്ചതിൻ്റെ ഭവനത്തിൽ കയറാൻ പാടില്ല. അവിടെ തുടക്ക് തീണ്ടൽ ഉള്ളത് കൊണ്ട് കുളിക്കണം. അങ്ങനെയുള്ള കുറേ പ്രോസസ്സ്, ഓരോന്നിനും കുറേ പ്രോസസ്സ്. ശങ്കര സ്മൃതി എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ പേരിൽ 15-ാം നൂറ്റാണ്ടിൽ, 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശങ്കരാചാര്യരുടെ പേരിൽ 15-ാം നൂറ്റാണ്ടിൽ മറ്റു ബ്രാഹ്മണ പ്രകൃതികളിൽ എഴുതി വെച്ച ശങ്കര സ്മൃതി എന്ന് പറയുന്ന ജാതി വ്യവസ്ഥയുടെ, പ്രത്യേകിച്ചും കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ ഓരോ ഇഞ്ചും കാര്യങ്ങളും എങ്ങനെയാണ് വേണ്ടതെന്ന് എഴുതി വെച്ച ആ ശങ്കര സ്മൃതിയെ ആസ്പദമാക്കിയിട്ടുള്ളായിരുന്നു ഈ തൊട്ടുകൂടായ്മ, തീണ്ടൽ, ഇതിൻ്റെയൊക്കെ ഓരോ ഡിഗ്രിയും നിശ്ചയിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം, ഇവരെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കണം. അയ്യോ, ഇവരിങ്ങനെ ആകാൻ പാടില്ലല്ലോ, ഇവർ മനുഷ്യരല്ലേ എന്നൊക്കെ ആ കുട്ടിക്ക് തോന്നുകയാണ്. കുട്ടി അവരുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്നു, അവരുടെ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്ന ഇതെടുത്ത് മാറ്റുന്നു, അവരോടൊക്കെ സൗഹൃദമായിട്ട് പെരുമാറുന്നു. വീട്ടിൽ വരുമ്പോൾ ശകാരമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും, കുളിക്കേണ്ടിയൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊക്കെ ചെയ്യുന്നു. അങ്ങനെ അപ്പോഴേ തൊട്ട് ആ ശ്രദ്ധ, ഇവരെ എങ്ങനെ ഇത് മനസ്സിലാക്കിക്കാനെന്നുള്ളത്, അതായത് പഠിപ്പിക്കുക, ഇവരൊക്കെ ഇതെങ്ങനെ പഠിപ്പിക്കാനെന്ന് ആലോചിക്കുന്നു. പിന്നീട് നമുക്കറിയാം, നാണുവിനെ അച്ഛൻ്റെയും അമ്മാവിൻ്റെയും ശുപാർശ പ്രകാരം അന്ന് ചില സ്ഥലങ്ങളിൽ നായർ കുറച്ച് അഫ്ലുവൻ്റായി, കുറച്ച് ധനാഢ്യരായിട്ടുള്ള നായർ തറവാടുകളിൽ പള്ളിക്കൂടങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഒരു പള്ളിക്കൂടമാണ് വാരണപ്പള്ളിയിലേതെന്ന് നമുക്കറിയാം. അവിടെ കുമ്മൻപള്ളി ആശാൻ്റെ അടുത്ത് പല കുട്ടികളുടെ ഇടയിൽ നാണുവിനെയും വിടുന്നു. അവിടുത്തെ വിദ്യാഭ്യാസ കാലഘട്ടം അദ്ദേഹം ഈ അറിവ് നേടുകയും അതെങ്ങനെ മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാം എന്ന് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ. അമ്മമാർക്ക് രാമായണവും മറ്റുമൊക്കെ വായിച്ചു കൊടുക്കുകയാണ്. കുട്ടി അവരെ മനസ്സിലാക്കിക്കുകയാണ്. രാമായണത്തിലും മറ്റുമുള്ള ആധ്യാത്മികമായ അംശങ്ങൾ തന്നെയാണ് ആ കുട്ടി പിന്നീട് അതിൻ്റെ ചിന്തയിലൂടെയും അതിൻ്റെ പഠനത്തിലൂടെയും ഏറ്റവും ഉന്നതമായ ആധ്യാത്മിക തത്വമായി വികാസം പ്രാപിപ്പിച്ചു. നിങ്ങൾക്ക് രാമായണം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അതിൽ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് ഏറ്റവും വലിയ ആധ്യാത്മിക സത്യങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. വളരെ നൂറ്റാണ്ടുകൾക്ക് ശതാബ്ദങ്ങൾക്ക് മുൻപുള്ളത്. പിന്നീട് ഇവിടെ മലയാളത്തിൽ എങ്ങനെ എഴുത്തച്ഛൻ വാൽമീകി രാമായണത്തിൻ്റെ സ്വതന്ത്രമായൊരു അവതരണം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഭക്തിമാർഗം മാത്രമല്ല ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പരമകോടിയിലേക്കും ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ അറിവൊക്കെ കുട്ടി അവിടെ സംശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് കേൾക്കാറുണ്ട്, വാരണപ്പള്ളിയിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ സ്തോത്രങ്ങൾ എഴുതി തുടങ്ങി മറ്റ് തന്നെ കേൾക്കാൻ തയ്യാറായ കുട്ടികളോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു. ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞൊരു സാമൂഹിക പ്രവർത്തകൻ അതിന് കുറച്ച് മുൻപായിട്ട് ജീവിച്ചിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം എങ്ങനെ ഈഴവരുടെയൊക്കെ ഇടയിലുള്ള പല അനാചാരങ്ങൾക്കും ഈഴവരെ മാത്രമല്ല അവർണർക്കെതിരെ ഉണ്ടായിരുന്നവർക്ക് നേരെ വസ്ത്രം ധരിക്കാൻ പാടില്ല, ആഭരണങ്ങൾ സ്വർണം കൊണ്ടുള്ള വെള്ളി കൊണ്ടുള്ള ആഭരണങ്ങളൊന്നും ധരിക്കാൻ പാടില്ല, അവർക്ക് പൊതുസ്ഥലങ്ങളിൽ ചെന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ക്ഷേത്രങ്ങളിൽ പോവുകയാണെങ്കിൽ വളരെ ദൂരെ നിൽക്കണം, അവരുടെ കൊടുക്കാനുള്ള അവിടെ അർപ്പിക്കുന്ന പൈസയാണെങ്കിൽ എന്താണെങ്കിലും അവിടെ വയ്ക്കാം, അത് വെള്ളം തെളിച്ച് ഇവരങ്ങ് മാറിയതിന് ശേഷം അവിടെ എടുക്കും. അങ്ങനെയുള്ളതൊക്കെ അതിനൊക്കെ എതിരായിട്ട് ആദ്യമായിട്ടൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ആളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹം ഈ ബ്രാഹ്മണ്യത്തിലൂന്നിയ ക്ഷേത്രപ്രതിഷ്ഠ മനസ്സിലാക്കിയെടുത്ത് അത് അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് മംഗലത്ത് ഒരു ശിവപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് ഒരു തന്ത്രിയുടെ സഹായം തേടി എന്നും പറയപ്പെടുന്നുണ്ട്. കുറേ പിന്നെ സ്ത്രീകൾക്ക് മറയ്ക്കാൻ പാടില്ല എന്നുള്ളതിനെതിരായിട്ടും അങ്ങനെ പല മൂക്കുത്തി ആഭരണങ്ങളൊന്നും ധരിക്കാൻ പാടില്ല എന്നുള്ളതിന് നായർ പ്രകൃതികളിൽ നിന്നുണ്ടായ എതിർപ്പുകളെയൊക്കെ വളരെ ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് അവസാനം ഇതിനൊക്കെ ഒരു ഇരയായി മാറിയ ആളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അത് തിരുവിതാംകൂറിൻ്റെ മധ്യഭാഗത്തിനപ്പുറം അത് മനസ്സിലാക്കി അവിടെ പോയി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ കാണാൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുവന്നു. അതൊക്കെ പഠിച്ചിട്ടാണല്ലോ നമ്മളെപ്പോഴും പഠിപ്പിക്കുന്നത്. ഇദ്ദേഹം പഠിക്കുകയാണ്, എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്.
ആദ്യത്തെ ഘട്ടം. പിന്നീട് വന്നിട്ട് നമുക്കറിയാം ഇവിടെ അതുപോലെ കിഴക്കൻ അല്ലെങ്കിൽ തെക്കൻ ഭാഗങ്ങളിൽ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുന്ന ചാന്നാന്മാരുടെ അല്ലെങ്കിൽ നാടാർമാരുടെ ഇടയിൽ നിന്നുണ്ടായി വന്ന ഒരാൾ. അന്ന് ക്രിസ്തുമതം ബ്രിട്ടീഷുകാരുടെ ഒരു സപ്പോർട്ടോടുകൂടെ പ്രോട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റി ഇവിടെ എല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അനേകം പേരെ ക്രിസ്തുമതത്തിലോട്ട് മതപരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ഈ താഴ്ന്ന ജാതിക്കാരായ അവർണർക്ക് വഴിയെ നടക്കാൻ സാധിക്കും, നേരെ വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കും, സ്ത്രീകൾക്ക് മറമറയ്ക്കാൻ സാധിക്കും, അവിടെ അവരുടെ ചെറിയ പള്ളികളിലും പാഠശാലകളിലും പോയി അക്ഷരം പഠിക്കാൻ സാധിക്കും, തൊഴിലുകൾ ചെയ്യാൻ സാധിക്കും, വഴിയെ നടക്കാൻ സാധിക്കും. അതാണ് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് കുറേ പേരൊക്കെ ക്രിസ്തുമതത്തിലേക്ക് ചാന്നാന്മാരുടെ, ഈഴവരുടെയും, പുലരുടെയും, പറയരുടെയും, കുറവരുടെയും എല്ലാ ഇടയിൽ നിന്ന് മതം മാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ അതുകൊണ്ടും ഈ വിവേചനം പരിപൂർണമായി അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഈ വൈകുണ്ഠ സ്വാമികളായി മാറുന്നത്. അദ്ദേഹം സ്വന്തമായി വളരെ ചിന്തിച്ച് സ്വന്തമായി മെഡിറ്റേഷനിൽ ഇരുന്ന്, ധ്യാനത്തിലിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റേതായ ഒരു പരിഷ്കരണ ഒരു സരണി അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റേതായ ചില മത തത്വങ്ങൾ രൂപീകരിച്ചു. എല്ലാവരും തന്നെ ആത്മസഹോദരങ്ങളാണെന്നും ദൈവം ഒന്നേ ഉള്ളൂ എന്നും ഈ അദ്ദേഹം ഗുരുവിന് മുമ്പ് തന്നെ അവിടെ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളും ഗുരു അന്ന് ഗുരുവായിട്ടില്ല, നാണു അല്ലെങ്കിൽ പിന്നീട് വന്നിട്ട് നാണു ആശാനായി. നമുക്കറിയാം വാരണാപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് തന്നെ പള്ളിക്കൂടങ്ങൾ, അവിടെ കുടിപ്പള്ളിക്കൂടങ്ങൾ അല്ലെങ്കിൽ ആശാൻ പള്ളിക്കൂടങ്ങൾ പോലെ തുടങ്ങുകയാണ് ചെമ്പഴന്തിയിലും. ശരിയല്ലേ? കേൾക്കുന്നില്ലേ? ഇപ്പോൾ കേൾക്കാൻ ശരിയാവുന്നുണ്ടോ? നാണു അടുത്ത് വന്നുടനെ തന്നെ ചെയ്യുന്നത് പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുകയാണ്. പള്ളിക്കൂടം ആരംഭിച്ചപ്പോഴത്തെ മണക്കൽ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു പൊതുവിദ്യാലയമാണ് അതെന്ന് ഓർക്കണം. ജാതി മത വ്യത്യാസമില്ലാതെ ഏത് കുട്ടിക്കും അവിടെ വരാം, വിദ്യ അഭ്യസിക്കാം. അങ്ങനെയുള്ള ഒരു ആശാൻ സ്കൂളാണ് അദ്ദേഹം അവിടെ തുടങ്ങിയത്. അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ പരിണാമ പ്രക്രിയയുടെ ആദ്യ കാലഘട്ടത്തിലുള്ളതാണ്. അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ അഞ്ചുതെങ്ങിൽ ഒരു ഇതുപോലെയുള്ള പള്ളിക്കൂടത്തിലേക്ക് ആശാനായി ക്ഷണിച്ചു കൊണ്ടുപോകുന്നു. അവിടെയും ചെന്ന് പഠിപ്പിക്കുന്നു. പിന്നെ ഈ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം കാര്യങ്ങൾ സമൂഹത്തെക്കുറിച്ച്, സമൂഹത്തിലെ ഈ നടമാടിക്കൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. താൻ എന്ത് രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ മോഡലാണ് ഫോളോ ചെയ്യേണ്ടത്, പിന്തുടരേണ്ടത് എന്നാലോചിച്ചുകൊണ്ട് തൻ്റേതായ നിഗമനങ്ങളെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് കൂടുതൽ പഠിച്ചുകൊണ്ട് സമൂഹത്തെ അറിഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് അക്കാലത്തെ കഷ്ടപ്പാടുകൾ, സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ, അവർക്ക് ശരിക്കും ഉപജീവനത്തിന് പോലും പലർക്കും മാർഗമില്ല. അവരുടെ കൃഷിപ്പണിയിലൊക്കെ ഏർപ്പെടുന്നത് കൊണ്ട് അവർക്ക് വലുതായിട്ട്, അല്ലെങ്കിൽ ആ ജോലി കൊണ്ട് അവർക്ക് വലുതായിട്ടുള്ള വരുമാനമൊന്നുമില്ല, നിത്യവൃത്തിയും കഴിഞ്ഞു. അന്ന് ശമ്പളമൊന്നും കാശായിട്ട് കൊടുക്കില്ല, ഈ അടിമകൾക്കൊന്നും കാശായിട്ട് കൊടുക്കില്ല. അവർക്ക് അതിന് പകരം കുറച്ച് അരിയോ നെല്ലോ എന്തെങ്കിലും മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അത്യാവശ്യം അവരുടെ വയറ് കഴിയാമെന്നല്ലാതെ അവർക്ക് ഒട്ടും തന്നെ ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് നാണു മനസ്സിലാക്കി. അതുപോലെ നമുക്കറിയാം പിന്നീട് അദ്ദേഹം പല കാര്യങ്ങളും പഠിക്കാനായി ഇപ്പോൾ ചാലയിലൊരു തമിഴ് സിദ്ധൻ്റെ
ഗ്രന്ഥശാലയിലിരുന്ന് ഗ്രന്ഥങ്ങൾ വായിച്ച് തമിഴ് സാഹിത്യകൃതികളെക്കുറിച്ചും സിദ്ധന്മാരുടെ കൃതികളെക്കുറിച്ചുമൊക്കെ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു. അക്കാലത്താണ് ചട്ടമ്പി സ്വാമികളെന്ന് പറയുന്ന കുഞ്ഞൻപിള്ളയെ കണ്ടെത്തുന്നത്. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അദ്ദേഹം തൈക്കാട്ട് അയ്യാവ് എന്ന് പറയുന്ന ഇവിടെ ബ്രിട്ടീഷ് റെസിഡൻറ്റിന് ട്രാൻസ്ലേറ്ററായിട്ട് വന്ന സുബരായനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം യോഗസിദ്ധിയിൽ യോഗവിദ്യയിൽ അത്യധികം നിപുണനായിരുന്നു. കുഞ്ഞൻപിള്ള നാണുവിനെ ക്ഷണിച്ചുകൊണ്ട് അവിടേക്ക് പോകുന്നു. ആ സമയത്തെല്ലാം പഠിക്കുകയും ജനങ്ങളുടെ ഓരോ ശരിയായ അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും എന്താണ് സമൂഹത്തിലെ കഷ്ടപ്പാട്, എങ്ങനെയാണ് ഇവരെ പഠിപ്പിച്ച് ഇതിൽ നിന്ന് മനസ്സിലാക്കി സ്വത്വബോധം ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. തൻ്റേതായ പഠിപ്പിക്കൽ പ്രക്രിയയും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസം അന്ന് അദ്ദേഹത്തിന് തീർച്ചയായും പ്രധാനമായും വിദ്യാഭ്യാസം ചെയ്യുകയും ചെയ്യണം. പിന്നെ തൈക്കാട്ടയ്യാവിൻ്റെ അടുത്ത് പോയി നമുക്കറിയാം യോഗവിദ്യയൊക്കെ അഭ്യസിച്ച് ആ 2 വിദ്യാർത്ഥികളിൽ നിന്ന് നാണുവിനെയാണ് തൈക്കാട്ടയ്യാവ് സെലക്ട് ചെയ്യുന്നത്. ഈ സമൂഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ നീക്കാൻ നിനക്ക് ഒരു വലിയ കർത്തവ്യം ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തപസ്സിനായി വിടുന്നതും അരുവിപ്പുറത്തും മരുത്വാമലയിലും ഒക്കെ ആയിട്ട് അദ്ദേഹം തപസ് ചെയ്തുകൊണ്ട് ആ തപസ് കാലഘട്ടത്തിലും ശരിക്കും തീർച്ചയായും ചിന്തിക്കുകയും പഠിക്കുകയും ആധ്യാത്മികമായ ജ്ഞാനം അറിഞ്ഞ് അല്ലെങ്കിൽ വായിച്ചു കേട്ടും അറിഞ്ഞ കാര്യങ്ങളെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു രാമായണവും ഭാഗവതവും ഒക്കെ അദ്ദേഹം അമ്മമാർക്ക് വായിച്ചു കൊടുക്കുന്ന സമയത്ത് അതിലുള്ള ഏറ്റവും വലിയ തത്വങ്ങൾ ഈ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ കൂടുതൽ മനനം ചെയ്ത് വിദ്യാഭ്യാസം ചെയ്ത് അത് മനസ്സിലുറപ്പിച്ച് ആധ്യാത്മികമായ സത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പടിയിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമായി യോഗ സാധന തൈക്കാട്ടയ്യാവിൽ നിന്ന് പഠിച്ചത് അദ്ദേഹം പ്രയോഗിക്കുന്നു. അങ്ങനെ നമുക്ക് ആ കാലഘട്ടത്തിലും അദ്ദേഹം കൃതികളൊക്കെ രചിക്കുന്നുണ്ട്. ഷൺമുഖസ്തോത്രവും മറ്റും നമുക്കറിയാം. അതിലൊക്കെ തന്നെ ഈ ഒരു ആത്മസാധനയുടെ ഏറ്റവും ഉന്നതമായ അറിവ് കിട്ടുന്നതിന് വേണ്ടി ആ അറിവ് എന്തുകൊണ്ട് നീ എനിക്ക് നിഷേധിക്കുന്നു എന്നാണ് ദൈവത്തോട് ആ സമയത്ത് ചോദിക്കുന്നത്. അങ്ങനെ പടിപടിയായി അവസാനം ആ ആത്മജ്ഞാനം സിദ്ധിക്കുന്നു നാണുവിന്. പിന്നെ നമുക്കറിയാം എങ്ങനെ അരുവിപ്പുറത്ത് വന്നെത്തുന്നു, അവിടെ പ്രതിഷ്ഠ നടത്താനായിട്ട് ഇടയാക്കുന്നു. എന്തുകൊണ്ടാണ് പ്രതിഷ്ഠ? എന്തുകൊണ്ടവിടെ പ്രതിഷ്ഠ നടത്തി? എന്തുകൊണ്ട് വാവൂട്ട് യോഗം ഉണ്ടാക്കി? അതെല്ലാം തന്നെ ശരിക്കും വെറും ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ മാത്രമല്ലല്ലോ. നമുക്കറിയാം ആ ക്ഷേത്രമല്ല അവിടെ പ്രധാനം. ഈ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ഈ ജനവിഭാഗങ്ങളുടെ സമൂഹത്തിലെ വലിയൊരു ജനവിഭാഗത്തിന് നിഷേധിക്കപ്പെട്ട അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അറിവ് ഒക്കെ വീണ്ടെടുക്കാനാണ്. അതവർക്ക് കൊടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നിങ്ങളും മനുഷ്യരാണ്, നിങ്ങൾക്കും എല്ലാ കഴിവുകളും ഉണ്ട്, നിങ്ങൾക്കും ക്ഷേത്രപ്രതിഷ്ഠ ചെയ്യാം, ദൈവത്തെ നിങ്ങൾക്ക് തോന്നുന്ന ദൈവങ്ങളെ തോന്നുന്നത് പോലെ ആരാധിക്കാനുള്ള അധികാരമുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് മാടനും മറുതയും ഭദ്രയും കാളിയും രക്തരൂഷിതമായ ബലികൾ കൊണ്ട് മാത്രമല്ല, അല്ലാത്ത രീതിയിലും ഇന്നിപ്പോൾ ഉയർന്ന ജാതിക്കാരെന്ന് ഭാവിച്ച് നടക്കുന്നവർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സാധിക്കും എന്ന് അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാനും അവരും അധികാരങ്ങളുമുള്ള മനുഷ്യരാണെന്ന് മനസ്സിലാക്കിക്കാനുമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. അല്ലാതെ അദ്ദേഹത്തിന് കാണാനോ അദ്ദേഹത്തിന് അറിയാനോ അല്ല. എന്തെന്ന് വെച്ചാൽ എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ ആത്മബോധത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പടിയിൽ എത്തിച്ചേർന്നിട്ടാണ് അദ്ദേഹം സമൂഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. കാരണം നമുക്കറിയാം എന്താണ് ദീനം പിടിച്ചോ മധുരേതു കുടിച്ചോ ഇങ്ങനെ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിക്കുന്നു. അപ്പോൾ ആ നദിയിലേക്കാണ് ഈ നാണുവാശാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവാഹത്തിലൂടെ സഞ്ചരിച്ചത് അത്ര എളുപ്പമുള്ള പ്രവാഹമൊന്നും ആയിരുന്നില്ല.
സമൂഹത്തിനെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട്, സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പുതിയ സമൂഹം വാർത്തെടുക്കുക, ഈ മനുഷ്യരെയൊക്കെ മനുഷ്യരാക്കി മനുഷ്യ അവബോധം ഉണ്ടാക്കുക. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്കും ഇതെല്ലാം കഴിയുമെന്നുള്ള അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ക്ഷേത്രപ്രതിഷ്ഠ ചെയ്തത്. അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടിയാണെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും ഒരു പ്രത്യേക ഒരു ഇതുണ്ടാക്കിയിരുന്ന് തപസ് ചെയ്താലും മതി, അല്ലെങ്കിൽ ആരാധിച്ചാലും മതിയല്ലോ. അപ്പോൾ എന്നിട്ടവിടെ എഴുതി വെച്ച ആലേഖനം തന്നെ നമുക്കറിയാം. അവിടെ എന്താണ് അന്നത്തെ ഏറ്റവും വലിയ ഈ ജനങ്ങളുടെ ഉന്നമനത്തിനെതിരായിട്ടുള്ളത്? ജാതി. അതുകൊണ്ട് ജാതി അല്ലെങ്കിൽ ഈ വർഗീകരണം വളരെ നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഉള്ളതാണ്. തൊഴിലധിഷ്ഠിതമായി തുടങ്ങിക്കൊണ്ട് പിന്നീട് അത് ശരിക്കും സമൂഹത്തിൻ്റെ ഒരു അലിഖിത നിയമമായി അങ്ങോട്ടും ഇങ്ങോട്ടും അണിവിട മാറാൻ പറ്റാത്തവരായി ഒരു നായാടി എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന ജാതിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കുറേ അകലം വെച്ചിട്ടുണ്ട്. ആ അകലത്തിന് ഇപ്പുറം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പോലും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂ. അവർ ഭക്ഷണം എന്തെങ്കിലും എടുക്കാനായി ആളുകൾ ഇറങ്ങി കൊടുക്കുന്ന ഭക്ഷണം എടുക്കാനായി കാട്ടിനുള്ളിൽ നിന്ന് അല്പം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ ഒന്ന് അടിച്ചു കൊല്ലും. അങ്ങനത്തെ അവസ്ഥയുള്ള ആ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിന് ജാതിഭേദം, മതദ്വേഷം, പിന്നെ മതങ്ങളുടെ ദ്വേഷം അന്ന് വളർന്നു വരികയായിരുന്നു. ഇപ്പോൾ ഇവിടെ അറബികളും മറ്റും വന്ന് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതം വ്യാപിച്ചു വരികയായിരുന്നു. അവരിലേക്ക് മലബാർ ഭാഗത്തൊക്കെ ചരിത്രമൊക്കെ ആയതുകൊണ്ട് എനിക്കറിയാൻ പറ്റും, ഒരുപാട് ജനങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ലോഗൻ എന്ന് പറയുന്ന വില്യം ലോഗൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസർ, അദ്ദേഹം ഒരു വലിയ ഒരു സർവേ നടത്തി മലബാറിനെ കുറിച്ച്, ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെയൊക്കെ കുറിച്ച് വളരെ അഗാധമായ വിശകലനമുള്ള ഒരു പഠനം ഇറക്കിയിട്ടുണ്ട്. അത് മലബാർ മാനുവൽ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എങ്ങനെ അന്ന് അവിടുത്തെ വലിയൊരു ജനവിഭാഗം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു. ഇവിടെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് സാമൂഹ്യമായ അധികാരങ്ങൾ ലഭിക്കുന്നു, അവരുടെ ആവശ്യകതകൾ മാറുന്നു. അപ്പോൾ ഇവിടെ അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് വന്നിട്ട് ഇവിടെ ക്രിസ്തു മതം വ്യാപിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എന്നിട്ട് ഹിന്ദു മതത്തെക്കുറിച്ചൊക്കെ അവർക്ക് നമ്മൾ വടി കൊടുത്ത് അടി മേടിക്കുന്ന പോലെ അവർക്ക് പറയാൻ വേണ്ടുകൊണ്ട് താനും നിങ്ങളുടെ മതം ഇങ്ങനെയാണ്, നിങ്ങളുടെ മതം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഓഫീസേഴ്സും മിഷണറിമാരും ഒക്കെ വളരെ താഴ്ന്ന രീതിയിൽ ഭാരതീയമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഹിന്ദുമതം എന്നറിയപ്പെട്ടിരുന്ന ആ മത ആചാരത്തെയും ഒക്കെ കുറിച്ച് വളരെ താഴ്ന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മതദ്വേഷമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ പിന്നെ എന്താണ് വേണ്ടത്? സോദരരാണ്, സോദരത്വേന വാഴുന്നു. ആ ഒരു ആശയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ആ അവബോധം പഠിപ്പിച്ചുകൊണ്ട് അവരെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഉന്നതിയിലേക്ക് എത്തിക്കാനാണ് ഗുരു ആ ക്ഷേത്രം അവിടെ അരുവിപ്പുറത്ത് സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളിലേക്ക് ഇതിൻ്റെ എല്ലാം കാര്യങ്ങളെത്തി അവർ ശക്തി പ്രാപിച്ച് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുകയും ചെയ്യൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് ആദ്യം മതപരമായ ഒരു സംഘടന വാവൂട്ടി യോഗം അവിടെ ഉണ്ടാക്കിയെങ്കിലും ഒരു നിയതിയുടെ കവലാൾ പോലെ ഡോക്ടർ പൽപ്പു അവിടെ എത്തിച്ചേരുന്നത്. അതൊരു നിയതിയുടെ നിയോഗമാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതോ നിർദ്ദേശിച്ചതോ എന്തോ ആകട്ടെ, ആ നീതിയുടെ നിർദ്ദേശമനുസരിച്ച് ഡോക്ടർ പൽപ്പു യഥാർത്ഥ വ്യക്തിയെ കണ്ടെത്തുന്നു, യഥാർത്ഥ നായകനെ കണ്ടെത്തുന്നു. അവർ തമ്മിൽ ഒരു സംഘടന, ശക്തമായ ഒരു സംഘടന, അത് ഈഴവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇന്നതങ്ങനെയൊക്കെ അതിപ്പതിച്ച് പോയിട്ടുണ്ടെങ്കിലും SNDP എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അത് എല്ലാ കഷ്ടപ്പെടുന്ന അവശത അനുഭവിക്കുന്ന അവർണരെയും അതിനുള്ളിൽ കൊണ്ടുവന്ന് നമുക്ക് പിന്നെയുള്ള അതിൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുമ്പോൾ അറിയാം. പലപ്പോഴും ഗുരു എങ്ങനെ മറ്റവരോട് അതിൻ്റെ ഓർഗനൈസേഴ്സിനോട് പിണങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈഴവരിലോട്ട് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട്. അതിനല്ല നാം അത് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ തത്വങ്ങൾ എല്ലാ അവശരായ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി. ഏതായാലും അവിടെ അന്ന് SNDP യോഗം അരുവിപ്പുറത്ത് തുടങ്ങുന്നു. അതുപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം, സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം
സമൂഹത്തിൽ കൊടുക്കാനായി ഗുരു അന്ന് തൊട്ടേ ശ്രദ്ധിക്കുന്നുണ്ട്. അരുവിപ്പുറത്ത് ക്ഷേത്രപ്രതിഷ്ഠ തുടങ്ങി ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ആദ്യം സ്ഥാപിക്കുന്നത് ഒരു സ്കൂളാണ്, സംസ്കൃത സ്കൂളാണ്. അതിൽ എല്ലാ ജാതി മതസ്ഥരായ കുട്ടികൾക്ക് സംസ്കൃതം കേട്ടാൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നുള്ള ആ തത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കുട്ടികൾക്കെല്ലാം പുലയർ, പറയർ തുടങ്ങിയുള്ള കുട്ടികൾക്കും അവരുടേതായ എല്ലാ കുട്ടികൾക്കും സംസ്കൃതം പഠിക്കാം എന്ന് അദ്ദേഹം ഗുരുവും അന്ന് നാണോശാനം പഠിപ്പിച്ചിരുന്നു. മറ്റു ചില അധ്യാപകരെയും വെച്ചുകൊണ്ട് സംസ്കൃതം അവിടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തൊഴിലുകൾ അന്ന് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ചില കൈത്തൊഴിലുകളൊക്കെ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിൽ പെൺകുട്ടികളെയും അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീടും അദ്ദേഹത്തിൻ്റെ ശിവഗിരിയിലാണെങ്കിലും എവിടെയാണെങ്കിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തൊഴിൽശാലകളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായ ഒരു ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ, അത് അവസാനം ഞാൻ പറയാം, സ്ഥാപനം ഒരു യൂണിവേഴ്സിറ്റി മോഡലിൽ എല്ലാവർക്കും പഠിപ്പിച്ചുകൊണ്ട് തൊഴിലുകൾ പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ ദാനം ചെയ്യുന്ന രീതിയിലുള്ള ആ സ്ഥാപനം സ്ഥാപിക്കാൻ പോകുന്നതുവരെയും ഗുരു എല്ലാ കാര്യങ്ങളിലും ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളാണെങ്കിലും തൊഴിൽ അടിസ്ഥിതമായ ബിസിനസ് ഇൻഡസ്ട്രി എല്ലാത്തിലും സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് തുല്യമായ പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ ഒരു പ്രധാന കാതലായ ഭാഗമായിരുന്നു. ഒന്ന്, നേരത്തെ പറഞ്ഞ അവഗണിക്കപ്പെട്ട സമൂഹങ്ങൾക്ക്, അവർക്ക് സമൂഹത്തിൽ ഉയർച്ച ഉണ്ടാക്കുക, അവരെ ഒരു സെൽഫ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിച്ചുകൊണ്ട് അവർക്കും ഏത് തരത്തിലുള്ള ദൈവത്തെയും പ്രതിഷ്ഠിക്കാം, ആരാധിക്കാം, അവർക്ക് വഴി നടക്കാം എന്നെല്ലാം, അവർക്ക് അറിവ് നേടാം എന്നെല്ലാം കാണിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്. അതാണ് ഗുരുവിൻ്റെ വിദ്യാഭ്യാസ ദർശനം. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഘട്ടം ഘട്ടമായി വികാസം പ്രാപിച്ചു വരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ ഈ അടിസ്ഥാന 2 തത്വങ്ങളും അദ്ദേഹം കളഞ്ഞിട്ടേയില്ല. അതായത് ഈ അക്ഷരജ്ഞാനമില്ലാതെ അന്ധകാരത്തിൽ ആണ്ടുപോയ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള ജനവിഭാഗത്തെ ഒന്നാകെ അറിവിൻ്റെ വെളിച്ചം കൊടുത്തുകൊണ്ട് ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. അവർ സാംസ്കാരികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായിട്ടും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെ സമൂഹത്തിലാകെ സമൂഹത്തിൻ്റെ ഒരു തട്ടിലുള്ള ഒരു തട്ട് താഴ്ന്നു കിടന്നാൽ ഒരിക്കലും സമൂഹം ഒരു പുരോഗതിയിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ആ വിഭാഗത്തെ കൂടെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനമായ കാര്യം. പിന്നീട് നമുക്കറിയാം, അവിടുന്ന് ഈ യോഗത്തിൻ്റെ ആദ്യ കാലത്ത് തന്നെ ഒരു സ്ത്രീ വിഭാഗം കൂടെ അതിനുണ്ടാക്കുന്നത്. SNDP യോഗത്തിന് ഒരു വനിതകളുടെ വിഭാഗം കൂടെ ഉണ്ടാക്കുകയും അന്ന് ഡോക്ടർ പൽപ്പുവിൻ്റെ മിസ്സസ് അങ്ങനെ കുറേ പേരൊക്കെ ശരിക്കും കുറച്ച് അറിവും ജ്ഞാനവും കിട്ടിയിട്ടുള്ളവരായിരിക്കും. അല്ലാത്തവരെയും കൊണ്ടുവരുന്നതിന് ഗുരുവിന് യാതൊരു തടസ്സവുമില്ല. അല്ലാത്തവരെയും ഇതിലോട്ട് ആകർഷകരായവരെ എല്ലാം കൊണ്ടുവന്ന് ഒരു സ്ത്രീകളുടെ ആദ്യത്തെ ഒരു സമ്മേളനം തന്നെ അരുവിപ്പുറത്ത് നടത്തുകയാണ്. അപ്പോൾ ഇപ്പം നമുക്കതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഒക്കെ നിസ്സാരം പോലെ തോന്നുന്നത്. സ്ത്രീകളും വനിതാ സംഘങ്ങളും എല്ലാം ഒക്കെ ഇവിടെ ഉള്ളതുണ്ട്. അതൊന്നും ഇല്ല. അതൊന്നും ആലോചിക്കാൻ പോലും ചില ബ്രാഹ്മണ കുടുംബങ്ങളിലോ ചില ക്ഷത്രിയ കുടുംബങ്ങളിലോ മാത്രം അവർക്ക് ഉൾത്തളങ്ങളിൽ വെച്ച് അവരുടെ ഗൃഹങ്ങളുടെ ഉൾത്തളങ്ങളിൽ മാത്രം ചില അധ്യാപകരെ ഇരുത്തി മാത്രമാണ് അക്ഷരജ്ഞാനം കൊടുത്തിരുന്നത്. അങ്ങനെയാണ് ചില കവയത്രികളും ചില തത്വചിന്തകരും ചില പെയിൻറ്റേഴ്സും ഒക്കെ ഈ കോവിലകങ്ങളിലൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നായർ ഫാമിലികളിലും മറ്റും ഉണ്ടാകുന്നത്. അല്ലാതെ ഉള്ളവർക്കന്ന് ഈ സ്ത്രീകൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഗുരു SNDP യോഗത്തിൻ്റെ ആദ്യ മീറ്റിങ്ങിൽ തന്നെ സ്ത്രീകളുടെ ഒരു വിഭാഗം ഉണ്ടാക്കുകയും അവരുടെ ഒരു വലിയ സദസ്സ് അവിടെ ഉടനെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തതെന്ന് ഓർക്കണം. തീർച്ചയായും ഡോക്ടർ പൽപ്പുവിൻ്റെയൊക്കെ ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെയൊക്കെ പുരോഗമനപരമായ ആശയങ്ങളും ഒക്കെ അതിന് വലിയ സപ്പോർട്ടായി. അന്ന് നമുക്കറിയാം, കുമാരനൊക്കെ കൊച്ചു പയ്യനാണ്. കുമാരനെ കണ്ടെടുത്ത് അദ്ദേഹം അവിടെ കൊണ്ടുവന്ന ആ ധിഷ്ണ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അയക്കുന്നത് തീർച്ചയായും. പിന്നെ അടുത്ത ഒരു ഘട്ടത്തിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ വിവിധങ്ങളായ ആധുനികങ്ങളായ ഇത് അവശ്യമായ കാര്യങ്ങളാണ് അന്ന് ചെയ്യുന്നത്. ശിവഗിരിയിലെല്ലാം വന്നു കഴിഞ്ഞ് അവിടെ പിന്നെ മറ്റു പല ക്ഷേത്രപ്രതിഷ്ഠകൾ ഒരുപാടുണ്ടായി നമുക്കറിയാം. 60-ലധികം ക്ഷേത്രപ്രതിഷ്ഠകൾ വരുന്നിടത്തൊക്കെ അദ്ദേഹം ചെയ്തത് സ്വന്തമായോ
അവിടെ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികളെ കൊണ്ടോ സ്കൂളുകൾ സ്ഥാപിക്കുക, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ സാധാരണ അദ്ദേഹം ഗുരു കുറേ ക്ഷേത്രപ്രതിഷ്ഠകൾ ചെയ്തു എന്ന് മാത്രമാണ് ഓർക്കുന്നത്. ആ ക്ഷേത്രപ്രതിഷ്ഠകളെക്കാൾ അദ്ദേഹം അതിൻ്റെ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് ക്ഷേത്രം എന്നുള്ള ആ ഒരു ആശയത്തിന് തന്നെ പുതിയ ഒരു കൺസെപ്റ്റ് ഗുരു കൊടുക്കുന്നത്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം തൊട്ടേ പറയാൻ തുടങ്ങി, പഴയ രീതിയിലുള്ള നരിച്ചീറുകൾ കയറി ഇരുട്ടടഞ്ഞു കിടക്കുന്ന അന്തഃപുരങ്ങളല്ല ക്ഷേത്രങ്ങൾ വിശാലവും വെളിച്ചമേറിയ ഹാളുകൾ ഉണ്ടായിരിക്കണം, ജനങ്ങൾക്ക് വന്നിരിക്കാൻ പൂന്തോട്ടവും അതുപോലെ ഈ മെഡിസിനൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ വേപ്പ് തുടങ്ങിയ വൃക്ഷങ്ങൾ അവിടെ നട്ടുപിടിപ്പിക്കണം. അടുത്ത ഒരു പ്രധാന വിദ്യാഭ്യാസ ഉപാധി ഗുരുവിൻ്റെ മൊത്തം വിദ്യാഭ്യാസ ദർശനങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ സ്കൂളുകളിൽ പോയിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ആശാന്മാർ പഠിപ്പിക്കുക, അത് മാത്രമല്ല വിദ്യാഭ്യാസം. നമ്മൾ നേരത്തെ കേൾക്കും, നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും നമ്മുടെ മിത്രങ്ങളിൽ നിന്നും അല്ലാതെ പരിചയപ്പെടുന്നവരിൽ നിന്നും എത്ര താഴ്ന്നവരെന്ന് വിചാരിക്കുന്നവരിൽ നിന്നും നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. ഒരു വിദ്യാർത്ഥി അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഗുരുക്കന്മാരിൽ നിന്ന് നേടുന്നത്. ബാക്കി മാതാപിതാക്കളിൽ നിന്ന്, മുതിർന്നവരിൽ നിന്ന്, മിത്രങ്ങളിൽ നിന്ന് ഒക്കെ കാലാകാലങ്ങളായി അവൻ നേടിക്കൊണ്ടിരിക്കുന്ന, പിന്നെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ അവൻ പഠിക്കുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കാനും അതുപോലെ ഒരു ജനറലായിട്ടുള്ള അവെയർനെസ് പല കാര്യങ്ങൾ ഇന്നൊക്കെ നമുക്കിപ്പോൾ മൊബൈൽ ഫോണും അതിലെ യൂട്യൂബും ഇതൊക്കെ ഇങ്ങനെ അതാണ് നമ്മുടെ അവെയർനെസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുക കാണുക ഒക്കെയാണ്. അതൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജനറൽ അവെയർനെസ് ഗുരു അന്ന് കണ്ടത് ഇവിടെ അനേകം അനാചാരങ്ങളാണ്. ഈഴവരുടെയൊക്കെ ഇടയിൽ അനേകം അനാചാരങ്ങൾ. ഈഴവരെ കണ്ട് മറ്റു പല ആൾക്കാരും ചാന്നാറോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആൾക്കാരോ ഒക്കെ നായന്മാരുടെ ഇടയിലും അന്നുണ്ടായിരുന്നു കെട്ടുകല്യാണം ഒന്ന്. അതുപോലെ മറ്റൊന്ന് തിരണ്ടുകുളി. ഒരു കുട്ടി പ്രായമായി കഴിയുമ്പോൾ അത് വലിയ ആഘോഷമായിട്ട് സദ്യയൊക്കെ വെച്ചിട്ട് ആൾക്കാരെയൊക്കെ ക്ഷണിച്ച് ഭയങ്കരമായിട്ട് കുറേ പേര് നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് നടത്തണമെന്ന് കൊട്ടും വാദ്യവും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്ത ആൾക്കാരും അതിനുവേണ്ടി കടമെടുത്തും അത് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് കൊടുക്കുന്ന പുളികുടി അത് ഒരു 7 മാസത്തിലോ മറ്റോ നടത്തുന്ന ഒരു ചടങ്ങ്. അതിനോടനുബന്ധിച്ച് കെട്ടുകല്യാണം എന്ന് പറയുന്ന കൊച്ചുകുട്ടികളെ കൊണ്ടുവന്നിട്ട് കുറേ ഇഴവ കുടുംബങ്ങളിൽ നിന്ന് കൊണ്ടുവരിക, പെൺകുട്ടികളെ വേറെ കുറേ ആൺകുട്ടികളെയും കൊണ്ടുവരിക, എന്നിട്ടൊരു കല്യാണത്തിൻ്റെ രീതിയിൽ പന്തലൊക്കെ ഇട്ട് അവരുടെ ധനം കാണിക്കുന്നതിനുള്ള എല്ലാ ഘോഷങ്ങളായിട്ടാണ് അന്ന് നടത്തുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസം ഗുരുവിൻ്റെ ദർശനം വെറും വിദ്യാലയത്തിൽ പോയിരുന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസം മാത്രമല്ല, സാമൂഹികമായ അവബോധത്തിലൂടെ അത് ഗുരു തന്നെ പലപ്പോഴും കൊടുക്കുന്നതാണ്. ആ കൃഷ്ണയിൽ നിന്ന് വരുന്ന അറിവുകളാണ് ഇവിടുത്തെ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിന് പ്രധാന കാരണമായി. ഗുരു അവിടെ പോയി ഒരു കെട്ടുകല്യാണം നിർത്തലാക്കി, ഒരു തിരണ്ടുകുളി നിർത്തലാക്കി, ഇങ്ങനെ മാത്രമാണ് നമ്മൾ അങ്ങനെ സാമൂഹ്യമായ കുറേ അനാചാരങ്ങൾ അദ്ദേഹം നിർത്തലാക്കി. ശരിക്കും അദ്ദേഹം പഠിപ്പിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ എല്ലായിടത്തും പോയി ചെയ്തില്ല. കുറച്ച് ഏറ്റവും ധനാഢ്യരായ ആൾക്കാർക്ക് നമ്മൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കും. ആ എക്സാമ്പിൾ കൊണ്ട് മറ്റുള്ളത് മനസ്സിലാക്കും. ആ രീതിയിൽ അദ്ദേഹം കേരളത്തിലാകമാനം ബോധമുണ്ടാക്കിയായിരുന്നു. ഒരു സാമൂഹ്യമായ അവബോധം. ഇവയൊക്കെ ആവശ്യമില്ലാത്തതാണ്, ഇവയൊക്കെ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്, ഓരോ കുടുംബങ്ങളെ ധനപരമായി നശിപ്പിക്കുന്നതാണ്. ഇവയെല്ലാം അനാചാരങ്ങളാണ്. ഈ കൊച്ചുകുട്ടികൾ കെട്ടുകല്യാണം നടത്തുന്ന കുട്ടികളെ അല്ല ഒരിക്കലും അവരെ പിന്നെ വിവാഹം കഴിച്ചു വിടുന്നത്. അതുപോലെ ബാലവിവാഹം അങ്ങനെയുള്ള അത് ഇഴവരുടെ ഇടയിൽ മാത്രമൊന്നുമല്ല, അന്ന് ബ്രാഹ്മണരുടെ ഇടയിലും ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു. അത് ഗുരുവിനെ കണ്ടു പഠിച്ചിട്ട് 1936 ആകുമ്പോഴാണ് അവരുടെ ഇടയിൽ ചില വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് അതിശയം തോന്നും. നമ്മൾ ഈ സമയത്തൊക്കെ ബ്രാഹ്മണർ കുറേ വിദ്യാഭ്യാസം ഉണ്ടെന്നല്ലാതെ അവർ ഏതോ വലിയ ആളുകളായിട്ട് ഭാവിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് അവരെന്തോ വലിയ ആളുകളായിരുന്നു, നമ്മളൊക്കെ ഇതായിരുന്നു. പക്ഷെ നമ്മുടെ ഇടയിലുണ്ടാകുന്ന ഗുരു ഉണ്ടാക്കിയ ആ അവബോധ ക്ലാസ്സുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ സമൂഹത്തിൽ വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചു. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. നോർത്തിലോട്ടൊക്കെ പിന്നീടാണ് ഗുരു പോകുന്നത്. എന്നാലും
അവിടെയൊക്കെ തന്നെ ഗുരുവിൻ്റെ ഈ ആശയങ്ങൾ വലിയ ചലനങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണല്ലോ എന്ന് ഈ കൊച്ചുകുട്ടികളെ അങ്ങനെ കെട്ടിച്ച് ഇതൊന്നും കാണിക്കാൻ പാടില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് മുക്കോത്ത് കുടുംബം അങ്ങനെ പല പല കുടുംബക്കാരും അദ്ദേഹത്തിനെ കാണാൻ വരുന്നുണ്ടായിരുന്നു ശിവഗിരിയിലും മറ്റും. പിന്നെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാൻ നമുക്കറിയാം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രവും മറ്റും സ്ഥാപിക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ മറ്റ് ചില ഈ ക്ഷേത്ര പ്രതിഷ്ഠകളിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായത് അത് എല്ലാ അവർണർക്കും വേണ്ടിയാണ് താൻ പ്രതിഷ്ഠിക്കുന്നതെന്ന് അദ്ദേഹം ധരിച്ചപ്പോൾ ചിലടത്ത് ചെല്ലുമ്പോൾ ഈഴവ പ്രമാണികൾ അതിൽ താഴ്ന്ന ജാതിക്കാരെ പിള്ളേരെയും മറ്റും അവിടെ കയറ്റുന്നതിന് എതിർത്തു. അത് നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യമാണ്. ഒരിടത്ത് 1 വർഷം കഴിയട്ടെ എന്ന് പറയുന്നതും അപ്പോൾ ഗുരു ഇങ്ങനെ ധ്യാനമഗ്നനായിരിക്കുന്നതും മഴ പെയ്യുന്നതും 1 വർഷം കഴിഞ്ഞല്ലോ, വർഷം മഴ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നതും പിന്നെ പിള്ളേരെ അവിടെ കയറ്റി. ഇത് പല പല ക്ഷേത്രങ്ങളിലും നടന്നിട്ടുണ്ട്. ചിലടത്ത് ഗുരു വളരെ വിഷമിച്ചിറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈഴവരുടെ ഇടയിലും ആ ഭാവം, ഐത്തഭാവങ്ങളൊക്കെ വളരെയധികമുണ്ട്. ഇതെല്ലാം ശരിയായ വിദ്യ കൊണ്ട് കണ്ണ് തുറന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. അതിനുവേണ്ടിയാണ് ഇനി അൾട്ടിമേറ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ വിദ്യാഭ്യാസ ദർശനങ്ങളുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരുന്നേ ഉള്ളൂ. ആ ആധ്യാത്മിക ജ്ഞാനം എന്തിനു വേണ്ടി, അദ്വൈത ജ്ഞാനം എന്തിനു വേണ്ടി, അത് വെറുതെ ശങ്കരാചാര്യരും മറ്റും ഉപനിഷത്തുകാരും എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് ഈ ജനങ്ങൾക്ക് വെറുതെ പറഞ്ഞ് വലിയ ആളാകാനല്ല ഗുരു പറഞ്ഞത്. അതാണ് ഗുരുവിൻ്റെ അദ്വൈത ദർശനത്തിൻ്റെ തന്നെ വ്യത്യാസവും വരുന്നത്. അദ്ദേഹം ഈ സമൂഹത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ഈ വ്യത്യാസം, നരനും തമ്മിലുള്ള ഈ വ്യത്യാസം ആവശ്യമില്ലാത്തതാണ് എന്ന് പതുക്കെ മനസ്സിലാക്കിക്കാൻ പറ്റൂ. ആദ്യം സാമൂഹ്യമായ അനാചാരങ്ങളും അക്ഷരജ്ഞാനമില്ലായ്മ ഇതെല്ലാം മാറ്റാനായിട്ട്, പിന്നെ പെൺകുട്ടികളെയൊക്കെ അടിച്ചമർത്തി അടുക്കളയ്ക്കകത്തിടുന്ന ആ സ്ഥിതി, ഇതെല്ലാം മാറ്റാൻ ശിവഗിരിയിൽ വന്നപ്പോൾ അദ്ദേഹം വളരെ പ്രാധാന്യം സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൊടുക്കാൻ തുടങ്ങി. അവിടെ അതുമാത്രമല്ല, ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് പ്രധാനമായും കുറവർ, പുലയർ തുടങ്ങിയ ജാതികളിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ്. ഇന്നും നമുക്കറിയാം, കൊല്ലം ആ ഭാഗങ്ങളിലൊക്കെ പോയാൽ ഇതിൽ പിന്നീട് അവർ എത്ര വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ തന്നെ നേതാക്കന്മാർ പ്രജാസഭയിലും മറ്റും ആർഗ്യൂ ചെയ്ത് കുറേ പേരെയൊക്കെ പഠിപ്പിച്ചെങ്കിലും ഇന്നും ഗുരുവിൻ്റെ ആശയങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ പ്രാവർത്തികമായിട്ടില്ല. ഈ കുറവരും മറ്റും ഇന്നും ജോലിക്കാരായും അത് അവരുടെ സാമ്പത്തിക സ്ഥിതി കൊണ്ടായിരിക്കാം. എന്നാലും അതിനാണ് ഗുരു തൊഴിൽ ചെയ്യണം, തൊഴിൽ പഠിപ്പിക്കണം, ഈ വിദ്യാർത്ഥിനികളെയും കൂടെ തൊഴിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹം പ്രധാനമായും സ്ഥാപിച്ചത് ഒരു നെയ്ത്ത് സ്കൂളാണ് ശിവഗിരിയിൽ. ഈ നെയ്ത്ത് സ്കൂളിൽ ഈ അധികം വിദ്യാർത്ഥിനികളും കുറവർ സമുദായത്തിൽ നിന്നായിരുന്നു. കുറേ പുലയരുമുണ്ട്. കുറേ പുലയർ കുട്ടികളെ അദ്ദേഹം നേരത്തെ തന്നെ ഗുരുകുലത്തേക്ക് എടുത്ത് അവർക്ക് പ്രാർത്ഥിക്കാനാണ് ദൈവദശകം, അദ്വൈതത്തിൻ്റെ പരമോന്നതിയായ ദൈവദശകം അദ്ദേഹം ആരിൽ നിന്നും മറച്ചു വെച്ചില്ല. വളരെ സിമ്പിൾ പോലെ തോന്നിക്കുന്ന രീതിയിൽ അദ്ദേഹം ഈ പറയർ കുട്ടികൾക്ക് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതി കൊടുത്തതാണ്. അവരെ കുളി, വൃത്തി, ശുചിത്വ ബോധം എല്ലാം ഉണ്ടാക്കി, അക്ഷരാഭ്യാസം എല്ലാം ഉണ്ടാക്കി ഒരു അച്ഛനോ ഒരു അപ്പൂപ്പനോ സ്വന്തം കൊച്ചുമക്കളെ നോക്കി വളർത്തുന്ന ആ സ്നേഹ പരിപാലനത്തോടെയാണ് ഈ കുട്ടികളെല്ലാം ഗുരു ആശ്രമത്തിൽ ചെന്ന് അവരെ കൊണ്ട് വലിയ വിശിഷ്ട വ്യക്തികളെ, ബ്രാഹ്മണർ പോലെയുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ വരുമ്പോൾ കൊണ്ടുപോയി ആഹാരം വിളമ്പിച്ചു. അപ്പോൾ ഇവരുടെ നീറ്റ്നെസ്സൊക്കെ കണ്ടിട്ട് ബ്രാഹ്മണ കുട്ടികളാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴൊന്നും ഗുരു പറയില്ല, പക്ഷെ അവരെ മനസ്സിലാക്കിച്ച് തന്നെ അവിടെ നിന്ന് വിടുകയുള്ളൂമായിരുന്നു. അതുപോലെ ദൈവദശകം പ്രാർത്ഥന ചൊല്ലുമ്പോഴും അങ്ങനെ തന്നെ, ഇവരൊക്കെ ബ്രാഹ്മണ കുട്ടികളായിരിക്കും അല്ലേ, പക്ഷേ അവരേത് കുട്ടികളാണെന്ന് ആ വലിയ പണ്ഡിതൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഗുരു മനസ്സിലാക്കിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കും. അതായിരുന്നു ഗുരു. അപ്പോൾ ഇതുപോലെ സ്ത്രീകൾക്ക് അന്ന് പഠിക്കാൻ അനേകം എല്ലാ വിദ്യാലയങ്ങളിലും പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം കൊടുത്തിരുന്നു. അവിടുത്തെ വിദ്യാഭ്യാസം തന്നെ ഗുരു ഒരു രണ്ടാമത്തെ ഘട്ടമാണത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഗുരുവിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ദർശനം ഒന്ന് മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് വെറും അക്ഷരാഭ്യാസമോ സാമൂഹ്യമായ ബോധമോ മാത്രമല്ല, ഇതിനിടയ്ക്ക് സാമൂഹ്യമായ അവബോധം ഉണ്ടാക്കാൻ SNDPയുടെ ഒരുപാട് വോളണ്ടിയേഴ്സിനെ എടുത്ത് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയക്കുകയാണ്. ആ വോളണ്ടിയേഴ്സിൻ്റെ പ്രധാന കർത്തവ്യം ശുചിത്വം, ഈശ്വരഭക്തി, അതുപോലെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, അവരുടെ മൊറാലിറ്റി അല്ലെങ്കിൽ നൈതികമായ ധാർമ്മികമായ സ്വഭാവങ്ങൾ,
ഇപ്പോൾ മദ്യം അങ്ങനെയുള്ള ദുഷ്ട ശീലങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ച് ഒക്കെ ഇപ്പോൾ പഞ്ചായത്തുകളിലെ ആളുകൾ പോലും അങ്ങനെയൊന്നും പോകുന്നില്ല. അന്ന് SNDP യോഗത്തിന് ഗുരു തിരഞ്ഞെടുത്ത വോളണ്ടിയേഴ്സ്, അല്ലെങ്കിൽ ഓരോ ഭാഗത്തും തിരഞ്ഞെടുപ്പിച്ച വോളണ്ടിയേഴ്സ് യുവാക്കളാണ്. എല്ലാ വീടുകളും സന്ദർശിക്കണം. എന്നിട്ട് അവർക്കെല്ലാം ഈ തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. ഇതായിരുന്നു അവരുടെ പ്രധാന കർത്തവ്യം. അക്ഷരാഭ്യാസത്തിന് വളരെ ആഗ്രഹമുള്ള കുട്ടികളെ ഗുരു സ്ഥാപിച്ച സ്കൂളുകളിൽ, ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് സ്ഥാപിച്ച സ്കൂളുകളിൽ അതാ സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കണം. ഇതെല്ലാം ആ വോളണ്ടിയേഴ്സിൻ്റെ കടമയാണ്. അപ്പോൾ SNDP യോഗവും അതിൻ്റെ പോഷകഘടനകളും വോളണ്ടിയേഴ്സും ഒക്കെ വിദ്യാഭ്യാസത്തിൻ്റെ വളരെ ശക്തമായ ഉപാധികളാക്കി മാറ്റുകയായിരുന്നു ഗുരു. നമ്മൾ സാധാരണ എന്തോ SNDP യോഗം എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ അന്ന് ഗുരു അങ്ങനെയാണ്. ഇന്നത്തെ പോലെ വലിയ കോളേജുകളും മറ്റും സ്ഥാപിച്ച വലിയ കുറേ കാശുമൊക്കെ മേടിച്ചിട്ട് കുട്ടികളെങ്ങനെ പോകുന്നു ആ സ്കൂളും കോളേജും. ഞങ്ങളിപ്പോൾ യൂണിവേഴ്സൽ ഫോറത്ത്, ശ്രീനാരായണ യൂണിവേഴ്സൽ ഫോറത്തിൻ്റെ കീഴിൽ കുറേ പ്രധാനമായി SN സ്കൂളുകളും കോളേജുകളിലുമാണ് പരിപാടികൾ നടത്തി. എൻ്റെ സ്റ്റുഡൻസൊക്കെ അവിടെ ടീച്ചേഴ്സായിട്ടുള്ളതുകൊണ്ട് എനിക്ക് എളുപ്പം അത് സാധിച്ചു. അവിടെ ചെല്ലുമ്പോൾ ശരിക്കും പല സ്ഥാപനങ്ങളും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്നും കിടക്കുന്നത്, കോളേജുകൾ പോലും. അപ്പോൾ ഇതൊന്നും കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡേർഡിലോട്ടും നീറ്റ്നെസ്സിലോട്ടും വൃത്തിയിലോട്ടും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തൊക്കെയോ മറന്നു പോയിരിക്കുന്നു. ഗുരു നമ്മളെ പഠിപ്പിച്ച ക്ലെൻലിനെസ്, വൃത്തി എന്നുള്ളത് നമ്മൾ മറന്നു പോയിരിക്കുന്നു. അതാണ് അതിന് വളരെ പ്രാധാന്യം ഗുരു കൊടുത്തിരുന്നു. അതുപോലെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഗുരു തുടങ്ങി വച്ചിരുന്ന ഒരു വിദ്യാഭ്യാസ ആദർശം തൊഴിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ പാവപ്പെട്ട അവർണരായ സ്ത്രീകളെയും മറ്റും, പുരുഷന്മാർ പലപ്പോഴും മദ്യപാനികളായിരിക്കും. അപ്പോൾ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത് ഈ സ്ത്രീകളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ഈ കോസ്റ്റൽ റീജിയനിലൂടെയൊക്കെ അദ്ദേഹം നടക്കുമ്പോൾ, തീരപ്രദേശങ്ങളിലൂടെ നടക്കുമ്പോൾ ഗുരു അവരെ സ്ത്രീകളെയൊക്കെ മിക്കവാറും പഠിപ്പിച്ചതാണ് കയർപിരി. ചകിരി ഇതുണ്ടാക്കി കയർ പിരിക്കുന്ന തൊഴിൽ, അന്നത് വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. അത് പഠിപ്പിച്ചു. അതുപോലെ നെയ്ത്ത് പഠിപ്പിച്ചു. പിന്നെ ഈ ഇത് ബാമ്പു, അതായത് കുട്ട വട്ടിയൊക്കെ മെടയുന്നത് പഠിപ്പിച്ചു. ഇതൊക്കെ ഗുരു തന്നെ അവരെ പഠിപ്പിച്ചു കൊടുക്കും. പലപ്പോഴും പല സ്ത്രീകൾക്കും അതുകൊണ്ട് തൊഴിലുണ്ടാക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം, അതും മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഡിവൈസസ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പഠിപ്പിച്ച് എടുക്കാനാണ് ശിവഗിരിയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയം. രണ്ടാം ഘട്ടമാണ് വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ വികാസത്തിൻ്റെ രണ്ടാം ഘട്ടമാണ്. അദ്ദേഹം ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തു. അവിടെ സംസ്കൃത സ്കൂൾ, ഇംഗ്ലീഷ് സ്കൂൾ, ആയുർവേദ പാഠശാല, അതോടൊപ്പം ഈ വീവിങ് സ്കൂൾ അല്ലെങ്കിൽ നെയ്ത്ത് സ്കൂൾ, തൊഴിൽശാലകൾ, ഇതൊക്കെ സ്ഥാപിച്ചുകൊണ്ട് പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് കൃഷി, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർ കൃഷിയുടെ എല്ലാ അത്യന്താവശ്യം ആയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയും കൃഷി ചെയ്യുകയും വേണം. കൃഷി, കൈത്തൊഴിലുകൾ, പിന്നെ മരപ്പണി, ഈ മുള അതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത്, പിന്നെ ചട്ടി, മൺചട്ടി അതൊക്കെ നിർമ്മിക്കുന്നത്, അങ്ങനെയുള്ള ആശാരിപ്പണികൾ, മൂശാരിപ്പണികൾ, ഇതെല്ലാം അവിടെ പഠിപ്പിക്കാൻ അദ്ദേഹം അതിനുള്ള, ഇന്നിപ്പോൾ ശിവഗിരിയിൽ അതൊന്നും കാണാനില്ല. അവിടുത്തെ സ്കൂളുകൾ സാധാരണ സ്കൂളുകൾ പോലെയായി. പക്ഷേ അന്ന് സാധാരണ സ്കൂളുകളായിരുന്നില്ല ഗുരുവിൻ്റെ സ്കൂളുകൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഈ ഒരു പെൺകുട്ടിയെ പോലും മാറ്റി നിർത്തി എന്തുകൊണ്ട് ടീച്ചർ വീണ്ടും വീണ്ടും പറയുന്നു എന്ന് വിചാരിക്കും. അന്ന് അത്ര അവഗണന നേരിട്ടിരുന്ന ഒരു സമൂഹമാണ് പെൺകുട്ടികൾ. അവർക്ക് തൊഴിൽ പഠിപ്പിച്ച് അവരെ ജീവിത ഉപാധിയിലൂടെ മുന്നേറാൻ പഠിപ്പിക്കണം. അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ തന്നെ വെറുതെ ഇതങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല, ഓരോ വിഷയങ്ങളും അതിനുള്ള ഉപകരണങ്ങൾ, അതിനുള്ള ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും, ചെന്നൈയിൽ നിന്നും മറ്റും മദ്രാസിൽ നിന്നും മറ്റും വരുത്താനായി ഗുരു ഓരോ ആൾക്കാരെ ഏർപ്പാട് ചെയ്യുന്നതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൃഷി പഠിപ്പിക്കുമ്പോൾ കൃഷിയുടെ ഏറ്റവും ആധുനികമായ രീതികൾ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുവരണം. അപ്പോൾ മെക്കാനിസം ഒരു പ്രധാന അടിസ്ഥാനമായിട്ട് ഈ വിദ്യാഭ്യാസ സിസ്റ്റത്തിലുണ്ടായിരുന്നു. അവിടെ അത് ശിവഗിരിയിലും അതുപോലെ ഗുരുവിൻ്റെ കീഴിൽ സ്ഥാപിച്ച പല ഉത്തര കേരള സ്കൂളുകളിലും ഇതുപോലെയൊക്കെ ഗുരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അതാത് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ ഗുരു അവരെ നിയോഗിച്ച് അങ്ങനെ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു വ്യത്യാസം
ഗുരുവിൻ്റെ സ്കൂളിൽ ഏത് ജാതി കുട്ടികൾക്കും വരാം. അവിടെ ജാതി വ്യത്യാസം ഒന്നുമേ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഇങ്ങനെ ഗുരു വ്യാപിപ്പിച്ചുകൊണ്ട് പോകുമ്പോഴും തിരുവിതാംകൂറിൽ അവർണർക്കെതിരായിട്ട് വിദ്യാഭ്യാസപരമായ വിവേചനം സർക്കാർ അവസാനിപ്പിച്ചിരുന്നില്ല. മറ്റു പ്രൈവറ്റ് വ്യക്തികളെക്കുറിച്ച് പറയേണ്ടതേ ഇല്ല. ചില മിഷണറി സ്കൂളുകളിൽ മാത്രമാണ് എല്ലാത്തരം വിദ്യാർത്ഥികൾക്കും പോയി പഠിക്കാൻ സാധിച്ചിരുന്നത്. പിന്നെ അതിനൊരു ഉദാഹരണമാണ് അയ്യങ്കാളി. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പുലയരുടെ നേതാവായി ആ കാലത്ത് ഉയർന്നു വരികയും ഗുരുവിൻ്റെ തത്വങ്ങൾ സ്വീകരിക്കുകയും ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്ന ആളാണ് അയ്യങ്കാളി. അദ്ദേഹം ഈ പുലയർ എന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും അതിൽ നിന്ന് അവരുടെ കുടുംബക്കാർ തന്നെ വിദ്യാഭ്യാസത്തിന് വിടുന്നില്ല. അപ്പോൾ അയ്യങ്കാളി ഇവിടെ ഗുരു സ്ഥാപിച്ചതുപോലെ വെങ്ങാനൂരിലെ ഒരു സ്കൂൾ സ്ഥാപിച്ചുകൊണ്ട് പ്രധാനമായും പുലയർ കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് തുടങ്ങി. പക്ഷേ കുറച്ച് നാളിനുള്ളിൽ തന്നെ ആ സ്കൂളിനെ തീയിട്ട് നശിപ്പിച്ചു. നായർ പ്രകൃതികൾ തീയിട്ട് നശിപ്പിച്ചു. അപ്പോൾ അവിടെ വലിയ വിപ്ലവമൊക്കെ ഉണ്ടായി. പിന്നെ ഗുരുവൊക്കെ ഇടപെട്ട് സമാധാനപ്പെടുത്തിയിട്ട് ഗുരു അപ്പോഴത്തേക്കും കുമാരൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കുമാരനാശാനായി തിരിച്ചു വന്നു കഴിഞ്ഞിരുന്നു. ഇവിടെ പ്രജാസഭ, ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായി ചേർന്നു. കുമാരനാശാനിലൂടെയാണ് തീർച്ചയായും ഗുരു ഈ അവർണർക്ക് വേണ്ടിയുള്ള, സ്ത്രീകൾക്കും വേണ്ടിയുള്ള വിദ്യാഭ്യാസ അവകാശങ്ങൾ സർക്കാർ സ്കൂളുകളിൽ, എല്ലായിടത്തും ഈ പ്രൈവറ്റ് സ്കൂളുകൾ ഉണ്ടാകണമെന്നില്ലല്ലോ, സർക്കാർ അതിന് കണ്ണു തുറന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പല നമുക്കൊരു സീരീസ് ഓഫ് ശ്രീമൂലം പ്രജാസഭ സ്പീച്ചസ് ഉണ്ട് കുമാരനാശാൻ്റെ. അതിലെല്ലാം അദ്ദേഹം പ്രധാനമായിട്ട് ഈ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക്, അവർണർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളാണ് ആവശ്യപ്പെടുന്ന അത്രയും. അതിൻ്റെ ഫലമായിട്ട് സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് എല്ലാ ജാതി മതസ്ഥർക്കും അവർണർക്കും ഒക്കെ സ്കൂളുകളിൽ പ്രവേശിക്കാം, സർക്കാർ സ്കൂളുകളിൽ പ്രവേശിക്കാം എന്നൊരു വിജ്ഞാപനം വന്നു. പക്ഷേ ആ സമയത്ത് നടന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഊരൂട്ടമ്പലം എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള സ്ഥലം, അവിടെ ഒരു സർക്കാർ സ്കൂളിൽ പഠിക്കാനായി പോയ ഒരു പുലയ പെൺകുട്ടി, പഞ്ചമി എന്നാണ് അവളുടെ പേര്. അത് വളരെ പോപ്പുലറാണ്. ആ കുട്ടിയെ അന്ന് വളരെ ഹരസ് ചെയ്ത് ആ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. പേടിച്ചാണ് കുട്ടികൾ അവിടോട്ട് പോകുന്നത്. അത് ഉടനെ അയ്യങ്കാളിയും മറ്റും ഏറ്റെടുത്തു. അങ്ങനെ ഭയങ്കര ബഹളമായി. ഒരു പുലയ ലഹള എന്ന് തന്നെ പറയുന്ന രീതിയിലോട്ട് നായന്മാർ അതിനെ, ഏതെങ്കിലും കുട്ടി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അതിനെ കയ്യും കാലും വെട്ടുമെന്നൊക്കെ പറയുക. ഭയങ്കരമായ വിപ്ലവം ഇവിടെ നടന്നിരുന്നു. അപ്പോൾ ഗുരു ഉത്തര കേരളത്തിലെ ഏതോ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അതറിഞ്ഞ ഉടനെ തന്നെ ഗുരു തിരിച്ചരുവിപ്പുറത്തെത്തുന്നു. അയ്യങ്കാളിയെയും നായർ പ്രമാണികളെയും വരുത്തി വലിയൊരു ചർച്ചയൊക്കെ ഉണ്ടായി. സർക്കാരിൻ്റെ പ്രതിനിധികളെ അറിയിച്ചുകൊണ്ട് ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല, എല്ലാ ജാതി മതസ്ഥർക്കും സർക്കാർ സ്കൂളുകളിൽ പഠിക്കാം എന്ന് വീണ്ടും ഗവൺമെൻറ് ഇതുണ്ടായി. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ശിക്ഷയും ഉണ്ടെന്ന് ഉള്ള സർക്കാർ വിജ്ഞാപനം വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഈ പുലയറും അതുപോലുള്ള കുട്ടികളൊക്കെ ഈ സർക്കാർ സ്കൂളുകളിൽ പോയി പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഗുരു സ്കൂളുകൾ സ്ഥാപിക്കുകയും അവർണർ ഒരുപാട് സ്കൂളിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തെങ്കിലും പെട്ടെന്നൊന്നും മാറുന്നതായിരുന്നില്ല നമ്മുടെ സമൂഹം. നൂറ്റാണ്ടുകളായി അടിഞ്ഞു കിടന്നിരുന്ന ആ സമൂഹത്തിലെ അഴുക്കുകൾ തുടച്ചു മാറ്റാൻ ഗുരുവിന് വളരെയധികം യത്നിക്കേണ്ടി വന്നു. ഗുരുവിൻ്റെ സപ്പോർട്ടേഴ്സായ കുമാരനാശാനും പിന്നെ അയ്യങ്കാളി പ്രജാസഭ മെമ്പറാകുന്നുണ്ട്. അദ്ദേഹവും ഇതേ ആവശ്യത്തിന് വേണ്ടി പല പ്രാവശ്യം സംസാരിച്ചു. അതുപോലെ പുലയർക്ക് അന്ന് അടിമത്തത്തിൽ നിന്ന് മോചനം കൊടുത്തു. വസ്തുവകകൾ അവർക്ക് കൈവശം വയ്ക്കാമെന്നുള്ള സർക്കുലറൊക്കെ വന്നിട്ടും അവരെ വസ്തുവകകൾ കൈവശം വയ്ക്കാൻ ആരും അനുവദിക്കില്ല. അക്കാലത്താണ് മിച്ചഭൂമിക്ക് വേണ്ടി കുറേ നിവേദനങ്ങൾ അയ്യങ്കാളി കൊടുക്കുന്നത്. അതിനെയൊക്കെ ഗുരു സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഗുരു വിളിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യങ്കാളി അനുസരിക്കും. അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് പുലയരുടെ ഇടയിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തി. അടുത്ത ഒരു ഘട്ടത്തിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു മെക്കാനിക്കൽ ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ബിസിനസ് ട്രെയിനിങ്, ഇതിനൊക്കെയാണ് ആധുനികമായ രീതിയിലുള്ള
സമ്പ്രദായങ്ങൾക്ക്, വിദ്യാഭ്യാസ രീതികൾക്ക് ഗുരു കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. ഒരു ബേസിക്കായിട്ടുള്ള വിദ്യാഭ്യാസം ഇവർക്കൊക്കെ കുറേയൊക്കെ ലഭിച്ചു തുടങ്ങിയപ്പോൾ, സർക്കാരും തൻ്റെ നയങ്ങളിൽ കുറച്ച് വ്യത്യാസം വരുത്തി തുടങ്ങിയപ്പോൾ ആധുനികതയിലേക്ക് ഗുരു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു കുറച്ച് അങ്ങോട്ടാകുമ്പോൾ തന്നെ നിങ്ങൾ കേട്ടിരിക്കും, ക്ഷേത്രങ്ങൾ, ഇനി നമുക്ക് ക്ഷേത്രങ്ങൾ വേണ്ട. ക്ഷേത്രങ്ങൾ കൊണ്ട് നാം ഉദ്ദേശിച്ചിരുന്നത് എല്ലാ വിഭാഗ ജനങ്ങളുടെയും ഐക്യവും അവരുടെ സ്വാതന്ത്ര്യ ബോധവും ഒക്കെയാണ്. പക്ഷേ നമ്മളിന്ന് കാണുന്നത് പലയിടത്തും ഈഴവർ തന്നെ അവരുടെ താഴോട്ടുള്ള വിഭാഗങ്ങളെ ക്ഷേത്രങ്ങളിൽ കയറ്റുന്നില്ല. അതൊരു നല്ല അവസ്ഥയല്ല. അതുകൊണ്ട് നമുക്കിനി അധികം ക്ഷേത്രങ്ങൾ വേണ്ട, നമുക്ക് പള്ളിക്കൂടങ്ങളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വേണ്ടതെന്ന് പറയുന്നത്. അതുപോലെ ഈ ക്ഷേത്രങ്ങളിലെ മറ്റൊരു എഡ്യൂക്കേഷണൽ ഇൻസ്ട്രുമെൻ്റായിട്ട് ഗുരു ഉപയോഗിച്ചിരുന്നത് ഗ്രന്ഥശാലകളെയാണ്. ഏത് സ്കൂൾ സ്ഥാപിച്ചാലും അവിടെ ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല ഏറ്റവും പ്രധാനമായി സ്ഥാപിക്കണമെന്ന് ഗുരു നിർദ്ദേശിച്ചിരുന്നു. അത് ഗുരുവിനെ ക്ഷണിച്ചുകൊണ്ടുപോയി ക്ഷേത്രങ്ങളും സ്കൂളുകളും സ്ഥാപിക്കുന്നവരോടും ഗുരു കർശനമായി ലൈബ്രറി സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. ഈ ഗ്രന്ഥശാലകൾ അറിവിൻ്റെ വാതായനങ്ങൾ തുറക്കുമെന്ന് നമുക്കറിയാം. അത് തീർച്ചയായും സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ വെറും സ്കൂളിലിരുന്ന് പഠിക്കുന്ന മാത്രമല്ല വിദ്യാഭ്യാസം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ അറിവിൻ്റെ വാതായനങ്ങൾ അന്നൊന്നും മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ലൈബ്രറികൾ തന്നെയാണ് അറിവിൻ്റെ പ്രധാന കവാടങ്ങളായി പ്രവർത്തിച്ചിരുന്നത്. പിന്നെ ഈ SNDPയുടെ വോളണ്ടിയേഴ്സ് പോയി എല്ലാവരോടും ഒരു സാമൂഹികമായ കാര്യങ്ങളെക്കുറിച്ചും അവരനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് പഠിപ്പിക്കുക. പിന്നെ ഗുരു തന്നെ സാമൂഹ്യ അവബോധം ഉണ്ടാക്കിക്കൊണ്ട് വലിയൊരു സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു 1912 ആകുമ്പോൾ തന്നെ നായർ സമുദായക്കാർ പോലും അവരുടെ ഇടയിലുള്ള ചില സമ്പ്രദായങ്ങൾക്ക് മാറ്റം വരുത്തണം എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു ആദ്യത്തെ നായർ റെഗുലേഷൻ വരികയാണ്. പിന്നെ രണ്ടാമത്തെ നായർ റെഗുലേഷൻ 1924 ആ ഭാഗത്ത് വരുന്ന സമയത്ത് ഈഴവ റെഗുലേഷനും ഗുരുവിൻ്റെയൊക്കെ സ്വാധീനത്തിൽ ഈഴവ റെഗുലേഷനും വന്നു. അത് കുടുംബ ദായക്രമങ്ങൾ, വിവാഹ സമ്പ്രദായങ്ങൾ, സ്വത്ത് അവകാശം, വിദ്യാഭ്യാസ അവകാശം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നായർ കുടുംബങ്ങളുടെ ഇടയിൽ മാറ്റിമറിക്കുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊക്കെ വളരെയധികം മരുമക്കത്തായത്തെ ചോദ്യം ചെയ്യുന്നു. ഈഴവരുടെ ഇടയിലും നായന്മാരെ അനുകരിച്ച് മരുമക്കത്തായം കുറേ ഈഴവ കുടുംബങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ടാണ് ഈ ഈഴവ റെഗുലേഷനും കൊണ്ടുവരുന്നത്. ഇത് കണ്ടിട്ട് മറ്റെല്ലാ ജാതിക്കാർക്കും അവരുടെ ഇടയിൽ മാറ്റങ്ങൾ വരുത്തണമെന്നോർത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്പൂതിരിമാരും മറ്റും പ്രവർത്തനം തുടങ്ങി. 1936 അവർക്കൊരു റെഗുലേഷൻ പോലും കൊണ്ടുവരാൻ സാധിച്ചത്. അവരുടെ നിങ്ങൾക്കറിയാം, ഒരു മൂത്ത നമ്പൂതിരി മാത്രമാണ് വേളി കഴിച്ചിരുന്നത്. മറ്റ് നമ്പൂതിരിമാരെ അപ്പൻ നമ്പൂതിരിമാരെന്ന് പറഞ്ഞിരുന്നു. അവർക്കൊന്നും ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ള അധികാരമില്ലായിരുന്നു, അവകാശമില്ലായിരുന്നു. അവർക്ക് നായർ കുടുംബങ്ങളിലും മറ്റും സഞ്ചരിച്ച് സംബന്ധം എന്നൊരു സാമൂഹ്യമായ അവസ്ഥ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരുടെ മക്കൾ ആരാണെന്ന് അവർക്കറിയില്ല, മക്കൾക്ക് അച്ഛന്മാരെ അറിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. ഗുരുവിൻ്റെ മാറ്റത്തിന് വേണ്ടിയുള്ള ചെയ്തികളിൽ നിന്നാണ് ശരിക്കും മറ്റു സമുദായങ്ങൾക്കും കൂടെ അതിനുള്ള ആഗ്രഹവും ആവേശവും പ്രവർത്തനക്ഷമതയൊക്കെ കൈവന്നത് എന്നോർക്കുമ്പോഴാണ് ഒന്നും കൂടെ ഗുരുവിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഒരു 1912 നമുക്കറിയാം, ഗുരു അപ്പോഴേക്കും ശരിക്കും ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ശാരദാ പ്രതിഷ്ഠയോടുകൂടി ഇതിൻ്റെ വിദ്യാഭ്യാസ പരിണാമ പ്രക്രിയയുടെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് കയറുകയാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പല കൃതികളും പുറത്തു വന്നു കഴിഞ്ഞു, ദാർശനികമായ കൃതികൾ പുറത്തു വന്നു കഴിഞ്ഞു. പിന്നെ ഉള്ളത് അന്ന് കൂടുതലും സംസ്കൃതവും മലയാളവും സ്കൂളുകളും ഈ ആയുർവേദ സ്കൂളുകളും മറ്റുമൊക്കെ ആണല്ലോ. അപ്പോൾ ചിറായിയിൽ വെച്ച് അദ്ദേഹത്തിന് വിജ്ഞാനവർദ്ധിനി സഭക്കാർ, അല്ലെങ്കിൽ വിജ്ഞാനവർദ്ധിനി എന്ന് പറയുന്നൊരു ലൈബ്രറിയാണ് ശരിക്കും, ഒരു ഫെലിസിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, ഒരു ആശംസാപത്രം കൊടുത്തു. അപ്പം അതിനൊരു മറുപടിയായിട്ട് ഗുരു തൻ്റെ വിദ്യാഭ്യാസ ആശയങ്ങളെ, പ്രത്യേകിച്ചും ആധുനികമായ ആശയങ്ങളെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന്, ഈ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണം.
അതിലും ഗുരു പിന്നോട്ടൊന്നുമായിരുന്നില്ല. എല്ലാം ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. കുമാരനൊക്കെ പോയിട്ട്, പൽപ്പുവൊക്കെ പോയിട്ട്, ഈ കുമാരൻ പോയി ബംഗാളിൽ കൽക്കട്ടയിലൊക്കെ പോയി എങ്ങനെയാണ് ആധുനിക വിദ്യാഭ്യാസം നേടിക്കൊണ്ട് വന്നതിന് ശേഷം ഒരു റൊമാൻറ്റിക് കവി വരെ ആയി മാറിയത്. അന്നത്തെ പാശ്ചാത്യ കവികളുടെ സരണിയിലുള്ള കവിതകൾ എഴുതാൻ പോലും പ്രാപ്തനായത്. ഇതെല്ലാം ഗുരു ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം സഞ്ചരിച്ച മറ്റു ഭാഗങ്ങളിലും, ശ്രീലങ്കയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കന്നഡയിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും ഇവിടെയൊക്കെ തന്നെ അദ്ദേഹം വരുത്തുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ച് അവർക്കും അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ സ്ത്രീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് ആധുനിക ലോകത്ത് അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം. പിന്നെ ശിവഗിരിയിൽ ആദ്യത്തെ ഒരു ഇംഗ്ലീഷ് സ്കൂൾ ഉടനെ തന്നെ തുടങ്ങി. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം അന്ന് പറഞ്ഞത്, ഒന്ന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവസരങ്ങൾ പഠനത്തിലും തൊഴിലും കൊടുക്കുക. പിന്നെ ഈ ബിസിനസ്സുകൾ തുടങ്ങിക്കൊണ്ട് അതും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളായിട്ട് തന്നെ വ്യക്തികൾക്ക് മറ്റുള്ള വ്യക്തികളെ ചേർത്തുകൊണ്ട്, അതൊക്കെ ആധുനികമായ പാശ്ചാത്യ സമ്പ്രദായങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. എല്ലാം അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് അത് ഈ സമൂഹത്തിൽ വരുത്തണം എന്നുള്ള ആശയത്തോടുകൂടി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളെയും ബിസിനസ് ചെയ്യുന്ന രീതികളെയും കുറിച്ചൊക്കെ അന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. മറ്റൊന്ന്, ആലപ്പുഴ ആ ഭാഗങ്ങളിലൊക്കെ അന്ന് വളരെയധികം കൊപ്ര, കയർ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിനെയൊക്കെ അന്ന് ബ്രിട്ടീഷുകാരും മറ്റും ചെറിയ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോയിട്ട് അതിൽ നിന്നുള്ള നല്ല പെർഫെക്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊണ്ടുവന്ന് വലിയ വിലയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഗുരു പറഞ്ഞു, നമുക്ക് തന്നെ നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് വിദേശത്തേക്കൊക്കെ അയച്ചിട്ട് ഈ സമ്പ്രദായങ്ങൾ മനസ്സിലാക്കി, ഈ മെക്കാനിക്കൽ സമ്പ്രദായങ്ങൾ മനസ്സിലാക്കിച്ചുകൊണ്ട് ഇവിടെ തന്നെ എന്തുകൊണ്ട് ചെറിയ സ്ഥാപനങ്ങൾ, ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് തുടങ്ങിക്കൂടാ? തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേർക്ക് ജോലിയും കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് വരുമാനവും കിട്ടും എന്നുള്ള ആശയം ആലപ്പുഴക്കാർക്കും മറ്റും ചേർത്തലക്കാർക്കും മറ്റും ആദ്യമായി കൊടുക്കുന്നത് ഗുരുവാണ്. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ തുടങ്ങുക, ഷെയർ ബിസിനസ്സുകൾ ചെയ്യുക, മെക്കാനിക്കൽ സപ്പോർട്ടോടുകൂടി ആധുനികമായ ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ റോ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കുക. ഇവിടെ അന്ന് നമുക്കറിയാം കൊളോണിയൽ ഡോമിനേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ കീഴിൽ ഇവിടുത്തെ കൈത്തൊഴിലുകളും കുടിൽ വ്യവസായങ്ങളും മറ്റും നശിച്ചുകൊണ്ടിരുന്ന, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലാകെ അങ്ങനെ സംഭവിച്ച് സാധാരണക്കാരായ ആർട്ടിസൻസ് അല്ലെങ്കിൽ ചെറിയ ജോലികളൊക്കെ കൈത്തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്നവർക്ക് അവരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുകയായിരുന്നു. ബിക്കോസ് അതിനുള്ള സാമഗ്രികൾ അവർ റോ മെറ്റീരിയൽസ് ആയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് മെക്കാനിക്കലി പ്രൊഡ്യൂസ്ഡ് നല്ല ഫിനിഷ് ഉള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ മിക്ക പരമ്പരാഗതമായ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരുന്ന ഹാൻഡ്ലൂം അതെല്ലാം വളരെ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരു ഇവരെ തയ്യലും എംബ്രോയ്ഡറിയും അതുപോലെ മൺചട്ടി വ്യവസായവും മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും പിന്നെ ഈ കൃഷിയും അതുപോലുള്ള കാര്യങ്ങൾ ഇവരെ കൈത്തൊഴിലുകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ സാഹചര്യത്തെ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നുകൊണ്ട് പറയാം, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉപകരണമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും നടന്നതെന്ന് പറഞ്ഞല്ലോ. അത് ശിവഗിരി തീർത്ഥാടനം അതിന് വളരെയധികം വലിയൊരു ഉദാഹരണമാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് കിട്ടൻ വൈദ്യരും മറ്റും ശ്രീനാരായണ ഗുരുവിനെ സമീപിച്ച് അതിൻ്റെ അനുവാദം ചോദിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, അദ്ദേഹം പറയുന്നു, വെറുതെ കുറേ ആൾക്കാർ അവിടെ വന്നുകൂടി കുറേ ധനവും ചിലവഴിച്ച് ധൂർത്തടിച്ച് പിരിഞ്ഞു പോകുന്നതിൽ എന്ത് ഉപകാരം? അതുകൊണ്ട് അതിന് ചിട്ടയായ ഒരു സമ്പ്രദായം ഉണ്ടായിരിക്കണം, ചില മാർഗങ്ങളുണ്ടായിരിക്കണം, ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. അന്നാണ് അദ്ദേഹം പ്രധാനമായിട്ട് പഞ്ചലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഈശ്വരഭക്തിയുണ്ട്, ഈശ്വരഭക്തി തീർച്ചയായും അടിസ്ഥാനപരമായി വേണമല്ലോ. പിന്നെ കൈത്തൊഴിലുകളുണ്ട്, കൃഷി പറയുന്നുണ്ട്, വൈദ്യശാസ്ത്രം, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, സംഘടന, ഇതെല്ലാം ആ ആവശ്യങ്ങൾ നിങ്ങൾ ഇത് മുറുകെ പിടിച്ചുകൊണ്ട്
ശിവഗിരി തീർത്ഥാടന സ്ഥലത്തും വന്ന് സംഗമിക്കുന്ന ശിവഗിരിയിൽ ഇതിൽ നിന്നെല്ലാം എക്സ്പെർട്ടുകളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പ്രസംഗങ്ങൾ നടത്തി തീർത്ഥാടനത്തിന് വരുന്നവർ ശ്രദ്ധയോടെ അവയെല്ലാം കേട്ട് മനസ്സിലാക്കി നോട്ടുകളെടുത്ത് അവരുടെ തിരിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ ഇവ മറ്റാൾക്കാരെ കൂടെ പഠിപ്പിച്ച് മനസ്സിലാക്കിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതോടൊപ്പം ഈ ആധുനികമായ വൈദ്യശാസ്ത്രത്തിന് അദ്ദേഹം ഒരിക്കലും എതിരല്ല. നമുക്കറിയാം, ഗുരു മാടനാശാൻ്റെയും മറ്റും ശിഷ്യനായിട്ട് ആദ്യം തന്നെ വൈദ്യം പഠിച്ചു തുടങ്ങുന്നത് കൊണ്ടും വളരെയധികം സഞ്ചാരങ്ങൾ നടത്തി തൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തതുകൊണ്ടും മരുത്വാമലയിലും അരുവിപ്പുറത്തും മറ്റും അദ്ദേഹം മരുന്ന് ചെടികളുടെ ഇടയിൽ ജീവിച്ചതുകൊണ്ടും ആയുർവേദം അല്ലെങ്കിൽ സസ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ആരോഗ്യ പ്രക്രിയയ്ക്ക് അദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. തീർച്ചയായും ആധുനിക മെഡിസിൻ അന്ന് മിഷണറിമാരുടെയും മറ്റും കീഴിൽ ആശുപത്രികൾ നാഗർകോവിലിലും പല പല സ്ഥലങ്ങൾ 2-3 സ്ഥലങ്ങളിലൊക്കെ ആരംഭിച്ചിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പിന്നെ മദ്രാസിൽ നിന്ന് വരുന്ന വലിയ ഡോക്ടർമാരും ശിഷ്യന്മാരും ഡോക്ടർ പൽപ്പും ഒക്കെ അവർക്ക് വരുമ്പോൾ അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കും. ഗുരുവിൻ്റെ ആ സംഭാഷണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹത്തിന് വലിയ വശമില്ലാത്ത ആധുനികമായ കാര്യങ്ങളെക്കുറിച്ച് അതറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെയാണ് ഈ പിൽഗ്രിമേജിന് അല്ലെങ്കിൽ ശിവഗിരി തീർത്ഥാടനത്തിന് വരുന്നവർ ഇതെല്ലാം പറയുന്ന ഡോക്ടർമാരോ ശാസ്ത്രജ്ഞരോ അങ്ങനെയുള്ള എക്സ്പെർട്ടുകളായ മനുഷ്യരെ കൊണ്ടുവന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അവരവരുടെ സ്ഥലങ്ങളിൽ പോയി അതെല്ലാം പ്രാവർത്തികമാക്കണം, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ തീർത്ഥാടനം വെറുമൊരു ഒരു റിലീജിയസ് യാത്ര മാത്രം, ജേണി മാത്രമായിട്ടല്ല അദ്ദേഹം വെച്ചിരുന്നത്. അത് ഒരു വിദ്യാഭ്യാസത്തിനുള്ള ഉപാധി. സാധാരണ എല്ലാവർക്കും സ്കൂളിൽ വന്ന് പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും സ്കൂളിൽ വന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാധാരണ ജനങ്ങൾക്കും കാര്യങ്ങൾ അറിയണ്ടേ? ഇന്നിപ്പം മൊബൈലെടുത്ത് വെച്ച് യൂട്യൂബൊക്കെ നോക്കി ആളുകൾ എല്ലാവരും കുറച്ചൊക്കെ മനസ്സിലാക്കും. അന്ന് അതൊന്നും ഇല്ലാത്ത കാരണം റേഡിയോ പോലും എല്ലായിടത്തുമില്ല. അപ്പോൾ ഗുരു സാധാരണക്കാരായ എല്ലാ ജീവിത വൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആണ് ഈ പിൽഗ്രിമേജിൻ്റെ ആ അവസരം തീർച്ചയായും മെയിനായിട്ടും കൊടുത്തത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ പഞ്ചശുദ്ധിയും കൂടെ പറയുന്നുണ്ട്. അതൊരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ഏറ്റവും ആരോഗ്യവാനായിട്ടും ജീവിതത്തിൽ ഉപകാരിയായിട്ടും ഇന്ന് സമൂഹത്തിൽ കാണുന്ന വൃത്തികേടുകളില്ലാതെയും ഒക്കെ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന ബുദ്ധിസ്റ്റ് ദർശനങ്ങൾക്ക് സമാനമായ പഞ്ചദർശനങ്ങളാണ് ഈ പഞ്ചശുദ്ധിയിലൂടെ ശാരീരികവും മാനസികവും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആഹാരത്തിലും ഒക്കെ നമ്മൾ ശുദ്ധി എന്ന് പറയുമ്പോൾ അതിന് പല പല തലങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആ ശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ തീർച്ചയായും ഒരു സമൂഹം ഏറ്റവും വളരെ നന്നായിട്ട് തന്നെ നൈതികതയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനസ്സ്, വാക്ക്, ശരീരം, പ്രവൃത്തി, ആഹാരം ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വൃത്തിയായി ശുദ്ധിയായി ജീവിക്കണം. അങ്ങനെ വേണം നമ്മൾ പിൽഗ്രിമേജിൽ പങ്കെടുക്കാൻ, തീർത്ഥാടനത്തിന് പങ്കെടുക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊന്നും സാധ്യമല്ലായിരിക്കും എങ്കിലും കുറച്ചെങ്കിലും ഈ പഞ്ചശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ അത് ഒരു സമൂഹത്തെ ആകെ, ഇന്നൊക്കെ അത് വളരെ അത്യാവശ്യമാണ്. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപകരൊക്കെ നമ്മളോട് പറയുന്നത്, ടീച്ചർ ഇവിടെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ലഹരിക്കടിമയാണ്. ചെമ്പഴന്തി ഹയർ സെക്കൻഡറി സ്കൂളിലും ചെമ്പഴന്തി കോളേജിലുമൊക്കെ പോയപ്പോൾ ചെമ്പഴന്തി കോളേജിലെ പ്രിൻസിപ്പൽ ഒക്കെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യായിരുന്നു, ടീച്ചർ ലഹരിക്കെതിരെ പിള്ളേരെ ബോധവാരാക്കുന്ന കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് വേണം. അത് വെറുതെ അവിടെ പോയി ക്ലാസ്സുകൾ എടുത്തത് കൊണ്ട് മാത്രം അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലുള്ള ആശയങ്ങൾ അവരുടെ ഉള്ളിലേക്ക് ചെല്ലണം, അതിൻ്റെ വിപത്തുകൾ അവർ മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് സമൂഹത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇതിലെല്ലാം ഇനി അവസാനമായിട്ട് ഒരു 2-3 വാക്ക് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ആദർശങ്ങളുടെ ഏറ്റവും ഉന്നതമായ അവസാനത്തെ ഫേസായിട്ടുള്ള ഒരു 3ാമത്തെ ഫേസായിട്ടുള്ള ആത്മദർശനം, ആത്മീയമായ ജ്ഞാനം, അതും കൂടെ ഉണ്ടെങ്കിലല്ലേ പൂർത്തീകരണമാകുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യനെ ഏറ്റവും ഉന്നതിയിലേക്ക്, ഇതൊക്കെ എന്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കിക്കണമെങ്കിൽ, അതുപോലെ ഈ സമൂഹത്തിലെ ആ സ്പർദ്ധയും ആ വേർതിരിവും വിവേചനവും ഇല്ലാതാക്കണമെങ്കിൽ അദ്വൈതത്തിൻ്റെ സാമൂഹികമായ വശം ജനങ്ങൾക്ക്
മനസ്സിലാക്കിച്ചു കൊടുക്കാനാണ് അദ്ദേഹം അദ്വൈതത്തിന് പുനർനിർവചനം കൊടുക്കുന്നത്. ശങ്കരാചാര്യരുടെ അദ്വൈതവും ഉപനിഷത്തിക്ക് അദ്വൈതവും ഒക്കെ എത്രയോ ശതാബ്ദങ്ങളും ആയിരം വർഷങ്ങളായിട്ട് ഇവിടെ എല്ലാം പ്രചരിച്ചിട്ടും അത് എങ്ങനെയാണ് മനുഷ്യനും ആ വലിയ ആത്മശക്തിയുടെ പാർട്ടിക്കിൾ തന്നെയാണ് ഓരോ ജീവിയും. അപ്പം മനുഷ്യനും ഒരേ ശക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ ആത്മശക്തിയിൽ നിന്ന് വന്നിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഭാഗമാണെങ്കിൽ നമ്മൾ തമ്മിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ പേരിലുള്ള ഈ വ്യത്യാസം എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കാനാണ് ശങ്കരാചാര്യരേക്കാൾ ഒരു പടി കൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അദ്വൈതത്തിന് ഒരു വായനയും വിചിന്തനവും അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ദർശനപരമായ കൃതികളും കൂടെ വന്നു. അതിൽ തന്നെ പുതിയ ഒരു ഹോമമന്ത്രവും അദ്ദേഹം എഴുതി ചേർത്തു. ഇത് വൈദിക കാലത്തെ ചെയ്തിരുന്ന അഗ്നിഹോത്രത്തിൻ്റെ മറ്റൊരു വിവക്ഷയാണ് ഈ ഹോമമന്ത്രത്തിൽ ഗുരു കൊടുക്കുന്നത്. നിങ്ങൾക്കിവിടെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അവിടെ കർമ്മയോഗ എന്നുള്ള ഈ വേദങ്ങളിലും മറ്റും ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ബലികളും അതുപോലെ യാഗങ്ങളും അർപ്പണങ്ങളും അതൊക്കെ ഇല്ലാതെ അല്ലെങ്കിൽ അതിനൊക്കെ ലക്ഷ്യമാക്കിയിരിക്കുന്നത് ഗുരുവിൻ്റെ ഹോമമന്ത്രത്തിൽ ആ ആത്യന്തികമായ അറിവിനാണ്. അദ്ദേഹത്തിൻ്റെ ദർശനക്രിയയായ അറിവിലൂടെയും മറ്റു ദർശനകൃതികളിലൂടെയും എന്താണ് ആ ആത്മപ്രകാശം, ആത്മജ്ഞാനം, ആ ലോകത്ത് എല്ലാം നിറഞ്ഞു ഇരിക്കുന്ന ചൈതന്യം എന്ന് അദ്ദേഹം ഒരു വശത്ത് നമുക്ക് മനസ്സിലാക്കിക്കുമ്പോൾ ഈ ഹോമമന്ത്രത്തിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു യാഗം ചെയ്തോ ഒരു കർമ്മം ഒരു ബലി അർപ്പിച്ചോളാം. പക്ഷേ അതിൻ്റെ ലക്ഷ്യമായിരിക്കുന്നത് നിങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങളിൽ. അദ്ദേഹം ഭൗതികതയ്ക്ക് തീർച്ചയായും ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് നിങ്ങൾക്കറിയാം, ഗുരു ഭൗതികതയ്ക്കും ആധ്യാത്മികതയ്ക്കും തത്തുല്യമായ പ്രാധാന്യം കൊടുത്ത ഒരു ഋഷിവര്യനായിരുന്നു. അല്ലാതെ ആധ്യാത്മികതയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച ഒരു മതാചാര്യനേ ആയിരുന്നില്ല ശ്രീനാരായണ ഗുരു. അങ്ങനെയുള്ള ഒരു ആചാര്യൻ ഒരു ഹോമമന്ത്രം പോലും അദ്ദേഹത്തിൻ്റേതായി രചിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അർപ്പണം ചെയ്യാം. പക്ഷേ അതിൻ്റെ ലക്ഷ്യം ടാർഗറ്റായിരിക്കുന്നത് നമ്മുടെ തന്നെ പരിപൂർണമായ ജ്ഞാനം, അറിവാണ്. അല്ലാതെ നമ്മുടെ വെറും ഭൗതികമായ നേട്ടങ്ങളല്ല എന്ന് കർമ്മ മാർഗത്തെ മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഹോമമന്ത്രം തന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലൂടെയും അദ്ദേഹം അറിവിൻ്റെ ഒരു ഏറ്റവും ഉന്നതമായ, ഏറ്റവും നവീനമായ അല്ലെങ്കിൽ ഏറ്റവും മഹനീയമായ ഒരു വെളിച്ചമാണ് വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ആ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ നമുക്ക് അവസാനമായി അദ്ദേഹം തന്നിട്ട് യാത്രയാകുന്നത്. ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ മതപരമായ ക്ഷേത്ര സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും അദ്വൈത ആശ്രമമൊക്കെ ആലുവയിൽ സ്ഥാപിച്ചു. അദ്വൈതം തന്നെ പഠിപ്പിക്കാനായി അതും ഒരു ഇവല്യൂഷണറി പ്രോസസ്സ് അല്ലെങ്കിൽ പരിണാമ പ്രക്രിയയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മത അനുഷ്ഠാനങ്ങളും ആശയങ്ങളും മുന്നോട്ട് പോകുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു അവസാനത്തെ ഘട്ടത്തിലാണ് അദ്ദേഹം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടത്തുന്ന സർവമത സമ്മേളനം നടത്തുന്നത്. അവിടെ ഇത്തരം സാമൂഹികമായ അറിവിൻ്റെ വെളിച്ചം മനുഷ്യനും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവനും മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാത്തിൻ്റെയും കാതലായ അംശം ഒന്ന് തന്നെയാണ്. അതുമാത്രമല്ല ഒരു ഏറ്റവും ഉന്നതമായ ആശയവും കൂടെ അദ്ദേഹം അതിലൂടെ കൊടുക്കുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ആ ഒരു പ്രാഗ്മാറ്റിക്കായിട്ടുള്ള ആ സൊല്യൂഷനും കൂടെ കൊടുത്തുകൊണ്ട് പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മജ്ഞാനം, അതാണ് അറിവിൻ്റെ യഥാർത്ഥ പടി, വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ഔന്നത്യം. ആ ജ്ഞാനത്തിൻ്റെ ആത്യന്തികമായ ഒരു കൾമിനേഷൻ അത് അദ്ദേഹം അവിടെ വെച്ചാണ് പ്രഖ്യാപിക്കുന്നത്. എന്താണ്? ഒരു ബ്രഹ്മവിദ്യാലയം സ്ഥാപിക്കുക. അത് കുറേ സ്വാമിമാരെ വെറുതെ കുറച്ച്
ഭഗവത്ഗീതയും അതും ഇതൊക്കെ ഇങ്ങനെ ഉപനിഷത്തുകളൊക്കെ പഠിപ്പിച്ചിറക്കി വിടാൻ മാത്രമല്ല, അവിടെ ആർക്കും ചെന്ന് പഠിക്കാം. പക്ഷേ അതിന് റൂൾസ് ഉണ്ട്, തീർച്ചയായിട്ടും നിയമങ്ങളുണ്ട്. അവിടെ ഇത്ര വർഷം പഠിക്കണമെന്ന് 7 വർഷം മറ്റും കൂടെ പഠിക്കണം. അത് എല്ലാ മതങ്ങളുടെയും തിയോളജിയും ഫിലോസഫിയും തത്വങ്ങളും ദർശനങ്ങളും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് ഒരു പരിപൂർണ മനുഷ്യനായി, അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ. നമ്മൾ സാധാരണ വിവേകാനന്ദൻ്റെ മറ്റൊരു ഡെഫിനിഷൻ പറയാറുണ്ട്, എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ പെർഫെക്റ്റ് മാൻ. ഒരു പരിപൂർണ മനുഷ്യനെയാണ് സൃഷ്ടിക്കേണ്ടത് വിദ്യാഭ്യാസം. അപ്പോൾ ഗുരു അത് ഓരോ പടിയായിട്ട് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ശാസ്ത്രീയമായ സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ എല്ലാ അംശങ്ങളും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ആശയങ്ങളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. അതായത് ഈ ആശയങ്ങളെല്ലാം വെച്ചുകൊണ്ട്, ഇതെല്ലാം വെറുതെ പറഞ്ഞാലും പോരാ, ആൾക്കാർക്ക് തൊഴിൽ വേണം ജീവിക്കാനെന്ന് ആ ഭൗതികതയിൽ ഊന്നി നിന്നുകൊണ്ട് ഗുരു അദ്ദേഹത്തിൻ്റെ ഈ സാർവലൗകികമായ ആശയങ്ങളെ, വേദാന്തത്തിൻ്റെ അത്യുന്നതമായ ആശയങ്ങളെ ലോകത്തെമ്പാടും കൊണ്ടുപോയത് നടരാജനെന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനാണ്. വൺ വേൾഡ്, ദ വേർഡ് ഓഫ് ദി ഗുരു എന്നുള്ള ആ ഗ്രന്ഥത്തിലൂടെയും ഒരു ലോകത്ത് മൊത്തമായിട്ട് ഏറ്റവും നമുക്ക് അനുസരിച്ചുകൊണ്ട് ലോകമാകെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ മാർഗരേഖ കൂടെ അദ്ദേഹം സോർബോൺ യൂണിവേഴ്സിറ്റിയിലായിരുന്നു നടരാജഗുരു എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് വേൾഡ് എഡ്യൂക്കേഷൻ മാനിഫെസ്റ്റോ എന്നുള്ളത്. ഇതൊക്കെ മുനി നാരായണ പ്രസാദും മറ്റും തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നടരാജനിലൂടെയും മറ്റും ഏറ്റവും അത്യുന്നതമായ വിദ്യാഭ്യാസ ആശയം, അദ്വൈതത്തിൻ്റെ പരമോന്നതി, അറിവിൻ്റെ പൂർണ്ണത, അത് ലോകത്തിന് മുഴുവൻ, ഇവിടെ കേരളത്തിലോ ഭാരതത്തിലോ മാത്രമല്ല ലോകത്തിന് മുഴുവൻ എത്തിക്കാനുള്ള ആ മാർഗങ്ങളും കൂടെ ഗുരു ഉണ്ടാക്കി വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. പക്ഷേ അദ്ദേഹത്തിന് സാധിക്കാതെ പോയത് ഒന്ന് ബ്രഹ്മവിദ്യാലയം, അത് തറക്കല്ലിട്ടു 25-ൽ, പക്ഷേ സമാധി ഉടനെ വന്നു. മറ്റൊന്ന് ഒരു ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നതാണ്. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുപോയി ജനങ്ങളെ ആകെ ബോധവാന്മാരാക്കുക മാത്രമല്ല, തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസ രീതിയും അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള മാർഗവും ഉണ്ട്. അതിന് അവിടെയാണ് ഞാൻ നടരാജനെ ഓർത്തത്. നടരാജനെയും ഏണസ്റ്റ് കേർക്ക് എന്ന് പറയുന്ന ഏകലോക സിദ്ധാന്തം, ഗുരുവിൻ്റെ ഏകലോക സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായ യൂറോപ്യൻ ശിഷ്യനെയും അവരെ രണ്ടുപേരെയുമാണ് അതിൻ്റെ ഡയറക്ടേഴ്സായിട്ടും അതിൻ്റെ പ്ലാൻ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം വെച്ചത്. ഞാൻ എൻ്റെ ഈ ലേഖനത്തിൽ അതിൻ്റെ ലിറ്റിസൺ പ്രസ്സിൽ പബ്ലിഷ് ചെയ്തിരുന്ന അതിൻ്റെ മാർഗരേഖ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവർ 10 വയസ്സ് തൊട്ട് ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരെ അവിടെ വീട്ടുകാർ കൊണ്ടുവന്ന് ചേർക്കണം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവിടെ ശിവഗിരിയിൽ തന്നെയുള്ള ബാക്കിയുള്ള വലിയ ഏക്കർ കണക്കിനുള്ള വസ്തുവിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ശരിക്കും ഒരു വിദ്യാഭ്യാസവും തൊഴിലും കൂടെ ചേർത്തുകൊണ്ട് ഇന്നത്തെ ഭാരതത്തിന് ഏറ്റവും മാർഗദർശകമാകാമായിരുന്ന ഒരു വ്യവസ്ഥിതി അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് 5 വർഷത്തെ ആദ്യത്തെ ഒരു കോഴ്സ്, പിന്നെ തുടർന്ന് 2 വർഷം കൂടെ പഠിക്കാമെന്നുള്ളവർക്ക് അത് പഠിക്കുക, അവർക്ക് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. ഇതിനോടനുബന്ധിച്ചൊരു എംപ്ലോയ്മെൻറ്റ് ബ്യൂറോയും ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവിടെ പഠിപ്പിക്കുന്നത് കൂടുതലും തൊഴിലുകളാണ്. അവരവർക്ക് ഇഷ്ടമുള്ള തൊഴിലുകളെടുത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കൊടുക്കുന്ന പോലെ ആ തൊഴിലുകളെടുത്ത് നമ്മൾ ഓർക്കേണ്ടത് ഗാന്ധിജിയുടെ സബർമതിയിലോ വാർധയിലോ മറ്റു ഗാന്ധിഗ്രാമിലോ ഒക്കെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ സമ്പ്രദായം ഇത്രത്തോളം തൊഴിലധിഷ്ഠിതമായിരുന്നില്ല. തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നെങ്കിലും അവർക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കാമെന്നൊരു ഉപാധി അവിടെ ഉണ്ടാക്കിയിരുന്നില്ല. ഇതിനകത്ത് ഈ പഠിച്ചിറങ്ങി വരുന്ന കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ബ്യൂറോയും കൂടെ വിഭാവനം ചെയ്തിരുന്നു. ഈ ഒരു ഗുരു വിഭാവനം ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ സമാധിക്ക് തൊട്ട് മുന്നേയുള്ള വർഷമാണ്. പിന്നീട് അത് എന്ന് വെച്ചാൽ കുറേ കാശൊക്കെ അതിൻ്റെ കാശിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ചെറിയ വരുമാനമുള്ളവർ അവരുടെ വരുമാനത്തിനനുസരിച്ച് സംഭാവന ചെയ്യുക, വലിയ വരുമാനക്കാർ
ഈ വലിയൊരു കാര്യത്തിന് വേണ്ടി വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ട് അതെല്ലാം തുല്യമായി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രീ അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി അവിടെ സ്ഥാപിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് സ്വതന്ത്ര ഭാരതത്തിൽ പോലും ഇപ്പോഴും ശരിയായി നടപ്പിലായിട്ടില്ലാത്ത നമ്മുടെ തൊഴിലില്ലായ്മയ്ക്ക് ഏറ്റവും വലിയ ഒരു മറുമരുന്നായിട്ട് ഉപയോഗിക്കാമെന്നുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ സ്റ്റാഫ് ആരായിരിക്കണം, അതിൻ്റെ ഡയറക്ടർ ആരായിരിക്കണം, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം എല്ലാം എഴുതി. പക്ഷേ നടരാജഗുരുവിനും നമുക്ക് പിന്നീട് അറിയാം, അവിടുത്തെ ധർമ്മസംഘത്തിലെ ശിഷ്യന്മാരുടെയും മറ്റും ഭൗതികമായ എതിർപ്പുകളൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ സരണിയിൽ ഗുരുവിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ പ്രവർത്തനങ്ങളിലും രചനകളിലും ഒക്കെ ആയിട്ട് മുഴുകി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഗുരുവിൻ്റെ ആ അറിവിൻ്റെ സരണി ഇന്നും ലോകത്തെങ്ങാനും എമ്പാടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഏകലോകം എന്നുള്ള സങ്കല്പം, ഗുരുവിൻ്റെ സങ്കല്പം ഇന്ന് എന്നത്തേക്കാളും തെളിഞ്ഞു വരുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മകുട ഉദാഹരണമായി അത് പ്രശോഭിക്കുകയും അതിൽ നമ്മൾ പിന്തുടരാതെ പോയ ആ ആദർശങ്ങൾ, ആ ആശയങ്ങൾ ഇന്നും അത് നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്നു. നമുക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട്, നമ്മുടെ തൊഴിലില്ലായ്മയ്ക്കൊരു പരിഹാരം കൊടുത്തുകൊണ്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം സ്ഥാപിക്കാൻ ഫ്യൂച്ചറിലെങ്കിലും ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തെക്കുറിച്ച് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ വണക്കം.